ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ 1851 ഫോം ചെയ്ത ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ 1851 കൽക്കത്ത കേന്ദ്രീകരിച്ച്, ഇല്ല ഞാൻ ആദ്യമായിട്ടാ പറയുന്നത്, ഫസ്റ്റ് ആദ്യം പറഞ്ഞ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ മുഹമ്മദേ, അപ്പം 1851 ഫോം ചെയ്ത ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ 1851 ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത്. എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് ചോദിച്ചാൽ കൽക്കത്തയാണ് ആസ്ഥാനം. അപ്പൊ കൽക്കത്ത ആസ്ഥാനമായിട്ട് രൂപീകരിച്ച സംഘടനയാണ് 1851 രൂപീകരിച്ച സംഘടനയാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ. ഇതിന്റെ സ്ഥാപകര് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആരൊക്കെ ചേർന്ന് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാല് ദേവേന്ദ്രനാഥ് ടാഗോറും രാധാകാന്ത് ദേവ്. തോന്നുന്നത് ഈ രണ്ടുപേരുള്ളതിനെ കുറിച്ച് അധികം അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ ഈ പേരുകളും വർഷങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 1851 കൽക്കത്ത ആസ്ഥാനമായിട്ട് രൂപീകരിച്ച സംഘടനയാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ. നമുക്ക് ഇന്ത്യയിലെയും വേണം കാണാൻ, പുറത്തുള്ളതും വേണം, രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ആദ്യത്തെ നമ്മുടെ ആദ്യം പറഞ്ഞ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 1851 രൂപീകരിച്ച സംഘടനയാണ് ഈ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ. ദേവേന്ദ്രനാഥ് ടാഗോർ ആൻഡ് രാധാകാന്ത് ദേവ്. ഓക്കെ, കൽക്കത്തയിലാണ് ആസ്ഥാനം. അടുത്ത് നമ്മൾ പറഞ്ഞ സംഘടന 1852 ബോംബെ അസോസിയേഷൻ. എന്താണ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുന്നേ ഉണ്ടായ കുറച്ച് സംഘടനകൾ. ഓക്കെ, പ്രീ കോൺഗ്രസ് സെഷൻസ്, പ്രീ കോൺഗ്രസ് ഓർഗനൈസേഷൻസ് പറഞ്ഞ ഒരു ഇതുണ്ട്, എന്താ പറയാ, ഒരു ഭാഗമുണ്ട്. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പം രണ്ടാമത്തെ അസോസിയേഷൻ ബോംബെ അസോസിയേഷൻ. ബോംബെ അസോസിയേഷൻ 1852 രൂപീകരിച്ചത്. ബോംബെ തന്നെയാണ് ആസ്ഥാനം. അതിന്റെ ആരൊക്കെയാണ് അതിന്റെ സ്ഥാപകർ എന്ന് വെച്ചാൽ ദാദാഭായ് നവറോജി. ഓക്കെ, ദാദാഭായ് നവറോജിയും നവറോജി ഫുർദൂൻജി എന്ന് പറഞ്ഞു. ഓക്കെ, ഈ പേരുകൾ അങ്ങനെ ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ എന്നാലും ഈ നമ്മൾ എന്താണ് ആരാണ് ഫോം ചെയ്ത് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ബോംബെ അസോസിയേഷൻ ദാദാഭായ് നവറോജി, നവറോജി ഫുർദൂൻജി. ഞാൻ ചാറ്റിലിടാം, പേര് ഇംഗ്ലീഷിലിടാം, നിങ്ങളത് മലയാളത്തിലേക്ക് എഴുതിയാൽ മതി. ഓക്കെ, ഓക്കെ. ആദ്യത്തെ ദാദാഭായ് നവറോജിയും രണ്ടാമത്തത് ഏതാണ് നവറോജി ഫുർദൂൻജിയാണ് കേട്ടോ. അപ്പം 1852 ബോംബെ അസോസിയേഷൻ രൂപീകരിച്ചത്. ബോംബെ ആണ് ആസ്ഥാനം. രണ്ട് സ്ഥാപകരാണ് ദാദാഭായ് നവറോജി ആൻഡ് നവറോജി ഫുർദൂൻജി. ഓക്കെ, അടുത്തത് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ലണ്ടനിൽ ഫോം ചെയ്ത അസോസിയേഷൻ ആണ് 1852 1852 1852. യെസ്, 1852 രൂപീകരിച്ച ബോംബെ അസോസിയേഷൻ ദാദാഭായ് നവറോജിയും നവറോജി ഫുർദൂൻജിയും കൂടിയാണ് ഇത് രൂപീകരിച്ചത്. എവിടെയാണ് ആസ്ഥാനം എന്ന് ചോദിച്ചാൽ ബോംബെയിൽ തന്നെയാണ് ആസ്ഥാനം. അടുത്തത് ലണ്ടൻ കേന്ദ്രീകരിച്ച് 1862 രൂപീകരിച്ച സംഘടനയാണ് ലണ്ടൻ ഇന്ത്യൻ കമ്മിറ്റി. ലണ്ടൻ ഇന്ത്യൻ കമ്മിറ്റി എന്നാണ് സംഘടനയുടെ പേര്. ലണ്ടൻ ഇന്ത്യൻ കമ്മിറ്റി ലണ്ടനിലാണ് രൂപീകരിച്ചത്. ആസ്ഥാനം 1862 10 വർഷം കഴിഞ്ഞിട്ട്. ഓക്കെ, ആരാണ് അതിന്റെ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ ഈ സ്ഥാപകനെ കുറിച്ചാണ് ചോദ്യം വന്നത്. CP മുതലിയാർ. ഓക്കെ, CP മുതലിയാർ ആണ് ലണ്ടൻ ഇന്ത്യൻ കമ്മിറ്റിയുടെ സ്ഥാപകൻ. CP മുതലിയാർ. ഓക്കെ, CP മുതലിയാർ ആണ് 1862 ലണ്ടൻ ആസ്ഥാനമായിട്ട് ലണ്ടൻ ഇന്ത്യൻ കമ്മിറ്റി രൂപീകരിച്ചത്. ലണ്ടൻ ഇന്ത്യൻ കമ്മിറ്റി. ഓക്കെ,
അടുത്ത നമ്മൾ പറഞ്ഞതാണ് 1866 ദാദാബായി രൂപീകരിച്ച സംഘടനയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. ഓക്കെ, ലണ്ടൻ ആണ് ആസ്ഥാനം. അതായത് ദാദാബായി നവറോജിയെ കുറിച്ച് പറഞ്ഞപ്പോഴെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആണ് 1866 ലണ്ടൻ ആണ് ആസ്ഥാനം. ആരാണ് സ്ഥാപകൻ? ദാദാബായി നവറോജി. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് നാഷണൽ ഇന്ത്യൻ അസോസിയേഷൻ. ഓക്കെ, 1867 രൂപീകരിച്ച നാഷണൽ ഇന്ത്യൻ അസോസിയേഷൻ. ഓക്കെ, നാഷണൽ ഇന്ത്യൻ അസോസിയേഷൻ 1867. ഇത് എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് ആസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബ്രിസ്റ്റലിലാണ് ഇതിന്റെ ആസ്ഥാനം. ബ്രിസ്റ്റൽ. ഓക്കെ, ബ്രിസ്റ്റൽ ആണ് ആസ്ഥാനം. നാഷണൽ ഇന്ത്യൻ അസോസിയേഷൻ ബ്രിസ്റ്റൽ ആണ് നാഷണൽ ഇന്ത്യൻ അസോസിയേഷൻ. ആരാണ് സ്ഥാപകൻ? മേരി കാർപ്പന്റർ. മേരി കാർപ്പന്റർ എന്നുകൂടി പറയാം. 1867 മേരി കാർപ്പന്റർ സ്ഥാപിച്ച സംഘടനയാണ് നാഷണൽ ഇന്ത്യൻ അസോസിയേഷൻ. നാഷണൽ ഇന്ത്യൻ അസോസിയേഷൻ. നാഷണൽ ഇന്ത്യൻ അസോസിയേഷൻ. ഓക്കെ, മേരി കാർപ്പന്റർ. മേരി കാർപ്പന്റർ ആണ് സ്ഥാപകൻ. നാഷണൽ ഇന്ത്യൻ അസോസിയേഷൻ. ഏത് വർഷം? 1867. 1867 എവിടെയാണ് ആസ്ഥാനം പറയുന്നത്? ബ്രിസ്റ്റൽ ആണ് കേട്ടോ. ബ്രിസ്റ്റൽ ആണ് ആസ്ഥാനം. ലാസ്റ്റ് അക്ഷരം എൽ ആണോ സർ സ്പെല്ലിംഗ്? ബ്രിസ്റ്റൽ എന്നാണോ? ബ്രിസ്റ്റൽ എന്നാണോ? എൻ ആണോ എൽ ആണോ? എൽ. ഓക്കെ സർ. ബ്രിസ്റ്റൽ. ഓക്കെ, അടുത്ത നമുക്ക് ഇതും കുറെ പരീക്ഷകൾ ചോദിച്ചൊരു സംഘടനയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നുണ്ട്. വേറൊന്നുമല്ല, പൂനെ സാർവജനിക സഭ. പൂനെ സാർവജനിക സഭ അറിയാലോ. പൂനെ സാർവജനിക സഭ. മഹാദേവ് ഗോവിന്ദ് റാണ്ഡെ, MG റാണ്ഡെ. ഓക്കെ, MG റാണ്ഡെ ആണ് ഇതിന്റെ സ്ഥാപകൻ. 1870 പൂനെ. ഇപ്പൊ പൂനെ കേന്ദ്രീകരിച്ച് 1870 ആരംഭിച്ച സംഘടനയാണ് പൂനെ സാർവജനിക സഭ. MG റാണ്ഡെ ആണ് ഇതിന്റെ സ്ഥാപകൻ. MG റാണ്ഡെ. ഓക്കെ, MG റാണ്ഡെ. MG റാണ്ഡയെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത ഞാൻ പറയുന്നത് MG റാണ്ഡയുടെ പോയിന്റ്സ് ആണ് പറയാൻ പോകുന്നത്. എഴുതിക്കോളൂ, ഇല്ലെങ്കിൽ നോട്ട് ചെയ്തോളൂ. MG റാണ്ഡെ. MG റാണ്ഡെ അറിയപ്പെടുന്നത് പശ്ചിമ ഇന്ത്യയുടെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് MG റാണ്ഡെ ആണ്. ഓക്കെ, പശ്ചിമ ഇന്ത്യയുടെ സോക്രട്ടീസ്. പശ്ചിമ ഇന്ത്യയുടെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് MG റാണ്ഡെ ആണ്. പശ്ചിമ ഇന്ത്യയുടെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് MG റാണ്ഡെ ആണ്. ഓക്കെ, പശ്ചിമ ഇന്ത്യയുടെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് MG റാണ്ഡെ ആണ്. പശ്ചിമ ഇന്ത്യയുടെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും MG റാണ്ഡെ ആണ്. അപ്പൊ 2 പോയിന്റ്സ് ആണ്. പശ്ചിമ ഇന്ത്യയുടെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MG റാണ്ഡെ. പശ്ചിമ ഇന്ത്യയുടെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നതും MG റാണ്ഡെ ആണ്. ഓക്കെ, MG റാണ്ഡെ ആണ്. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന പണ്ഡിത രമാബായി. നിങ്ങൾ കേട്ടാണ് പണ്ഡിത രമാബായി. ഓക്കെ, പണ്ഡിത രമാബായി ആരംഭിച്ച സംഘടനയാണ് ആര്യ മഹിളാ സമാജ്. പണ്ഡിത രമാബായി ആരംഭിച്ച സംഘടനയാണ് ആര്യ മഹിളാ സമാജ്. ബൈബിള് മറാത്തി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് പണ്ഡിത രമാബായി ആണ് കേട്ടോ. പണ്ഡിത രമാബായി. ബൈബിൾ ഏതിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്? മറാത്തി ഭാഷയിലേക്ക്. മറാത്തി. ഓക്കെ,
യെസ്. അപ്പം MG റാണ്ടെ. അപ്പം പശ്ചിമേന്ത്യയുടെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. പശ്ചിമേന്ത്യയുടെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നതും MG റാണ്ഡെയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് പണ്ഡിത രമാബായി. ഓക്കെ. ആര്യ മഹിളാ സമാജ് സ്ഥാപിച്ചത് ആരാണ്? ആരംഭിച്ചത് പണ്ഡിത രമാബായിയാണ്. ഓക്കെ. ബൈബിള് മറാത്തി ഭാഷയിലേക്ക് ചെയ്തത് അദ്ദേഹമാണ്. ഓക്കെ. ഈ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവാണ് ആരാണ്? MG റാണ്ഡെ. ഓക്കെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവാണ് MG റാണ്ഡെ. MG റാണ്ഡെ. അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഗേൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി അദ്ദേഹം ആരംഭിച്ചതാണ്. മഹാരാഷ്ട്ര ഗേൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരംഭിച്ചത് MG റാണ്ഡെ ആണ്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികള് മറാത്ത ശക്തിയുടെ ഉദയം, റൈസ് ഓഫ് മറാത്ത പവർ, മറാത്ത ശക്തിയുടെ ഉദയം എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പുസ്തകമാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചുള്ള ഉപന്യാസങ്ങൾ, എസ്സേസ് ഓൺ ഇന്ത്യൻ എക്കണോമിക്സ്, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചുള്ള ഉപന്യാസങ്ങൾ, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചുള്ള ഉപന്യാസങ്ങൾ. ഓക്കെ. സർ, ഗേൾസ് എഡ്യൂക്കേഷന്റെ പോയിന്റ് ഒന്നുകൂടി പറയാമോ? പുസ്തകങ്ങളല്ലേ? ഗേൾസ് എഡ്യൂക്കേഷനെ കുറിച്ചാണോ? മഹാരാഷ്ട്ര ഗേൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് MG റാണ്ഡെ ആണ്. മഹാരാഷ്ട്ര ഗേൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് MG റാണ്ഡെ. ഓക്കെ, ക്ലിയർ ആയോ? അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങള് മറാത്ത ശക്തിയുടെ ഉദയം, ദ റൈസ് ഓഫ് മറാത്ത പവർ. മറ്റൊന്ന് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചുള്ള ഉപന്യാസങ്ങൾ, എസ്സേസ് ഓൺ ഇന്ത്യൻ എക്കണോമിക്സ്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് പൂനെ സാർവജനിക സഭയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. 1870 ഏപ്രിൽ 2-നാണ് പൂനെ സാർവജനിക സഭ സ്ഥാപിച്ചത് കേട്ടോ. 1870 ഏപ്രിൽ 2 MG റാണ്ഡെ ആണ് സ്ഥാപകൻ. അപ്പൊ 1870 ഏപ്രിൽ 2-നാണ് പൂനെ സാർവജനിക സഭ സ്ഥാപിച്ചത്. MG റാണ്ഡെ ആണ് സ്ഥാപകൻ. പൂനെ സാർവജനിക സഭയുടെ മറ്റൊരു പേരുണ്ട് പൂനെ പബ്ലിക് സൊസൈറ്റി. ഇമ്പോർട്ടന്റ് ആണേ, പൂനെ പബ്ലിക് സൊസൈറ്റി. ഇപ്പം പൂനെ പബ്ലിക് സൊസൈറ്റി എന്നറിയപ്പെടുന്നതും പൂനെ സാർവജനിക സഭ. അതിന്റെ ഇംഗ്ലീഷ് പേരാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, മാറിപ്പോയത്. നമ്മൾ ഇതിനു മുന്നേ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി പറഞ്ഞില്ല, അതേപോലെ തന്നെയാണ് പൂനെ സാർവജനിക സഭയുടെ മറ്റൊരു പേര് പൂനെ പബ്ലിക് സൊസൈറ്റി. മാറിപ്പോയത്. നിങ്ങളിന് പൂനെ സാർവജനിക സഭ തന്നെയാണ് പൂനെ പബ്ലിക് സൊസൈറ്റി കേട്ടോ. അങ്ങോട്ട് പൂനെ പബ്ലിക് സൊസൈറ്റി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മാറിപ്പോയത്. പൂനെ സാർവജനിക സഭ തന്നെയാണ്, MG റാണ്ഡെ. അങ്ങനെയാണ് ഈ മുന്നേ ഒരു തവണ ഈ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ പേര് വന്നിട്ട് കുറെ ആൾക്കാർ എഴുതാതിരുന്നത് കേട്ടോ. കുറെ ആൾക്കാർ എഴുതാതിരുന്നത്, കുറെ ആൾക്കാർ തെറ്റിച്ചത് അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. പൂനെ സാർവജനിക സഭ, അതിന്റെ പേര് പൂനെ പബ്ലിക് സൊസൈറ്റി. ഓക്കെ. 1870 ഏപ്രിൽ 2 ആരാണ് സ്ഥാപിച്ചത്? MG റാണ്ഡെ. അദ്ദേഹം അറിയപ്പെടുന്നത് പശ്ചിമ ഇന്ത്യയുടെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. പശ്ചിമ ഇന്ത്യയുടെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നതും മഹാദേവ് ഗോവിന്ദ റാണ്ഡെയാണ്. ഓക്കെ. മഹാരാഷ്ട്ര ഗേൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് MG റാണ്ഡെ.
അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ മറാത്ത ശക്തിയുടെ ഉദയം, റൈസ് ഓഫ് മറാത്ത പവർ, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചുള്ള ഉപന്യാസങ്ങൾ, എസ്സേസ് ഓൺ ഇന്ത്യൻ എക്കണോമിക്സ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങൾ. ഓക്കെ. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന പണ്ഡിത രമാബായി ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹം ആരംഭിച്ച സംഘടന ആര്യ മഹിളാ സമാജ് ആരംഭിച്ചത് പണ്ഡിത രമാബായിയാണ്. ബൈബിൾ മറാത്തി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് പരിഭാഷ ചെയ്തത് പണ്ഡിത രമാബായിയാണ്. ഓക്കെ. അപ്പൊ അതാണ് പൂനെ സാർവജനിക സഭ 1870 ഏപ്രിൽ 2 പൂനെ പബ്ലിക് സൊസൈറ്റി എന്നുകൂടെ അറിയപ്പെടുന്നു. യെസ്. അടുത്തത് സംഘടനയാണ് 1872 ലണ്ടനിലാണ് ആസ്ഥാനം. ഏതാണ് ആ സംഘടന എന്ന് വെച്ചാൽ ഇന്ത്യൻ സൊസൈറ്റി. ആനന്ദമോഹൻ ബോസ് സ്ഥാപിച്ച ഇന്ത്യൻ സൊസൈറ്റി 1872 ആനന്ദമോഹൻ ബോസ് സ്ഥാപിച്ച ഇന്ത്യൻ സൊസൈറ്റി, ആസ്ഥാനം ലണ്ടൻ. ഓക്കെ. ആസ്ഥാനം എവിടെയാണ്? ലണ്ടൻ. ഹെഡ്ക്വാർട്ടേഴ്സ് വാസ് അറ്റ് ലണ്ടൻ. ഇന്ത്യൻ സൊസൈറ്റി ആരാണ് ഫൗണ്ടർ? ആനന്ദമോഹൻ ബോസ്. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ഇന്ത്യൻ ലീഗ് ആണ്. ഇന്ത്യൻ ലീഗ് സ്ഥാപിച്ചത് ശിശിർ കുമാർ ഘോഷ് ആണ്. 1875 കൽക്കത്ത ആസ്ഥാനമായി ശിശിർ കുമാർ ഘോഷ് ആരംഭിച്ച സംഘടനയാണ് ഇന്ത്യൻ ലീഗ്. ഓക്കെ. ഇന്ത്യൻ ലീഗ് ഇമ്പോർട്ടന്റ് ആണ്. സാർ ഒന്നുകൂടെ പറയാമോ? ഇന്ത്യൻ ലീഗ് ശിശിർ കുമാർ ഘോഷ് 1875 കൽക്കത്ത ആസ്ഥാനമായിട്ട് ആരംഭിച്ച സംഘടനയാണ് ഇന്ത്യൻ ലീഗ്. ഓക്കെ. ആരാണ് സ്ഥാപിച്ചത്? ശിശിർ കുമാർ ഘോഷ് ആണ് സ്ഥാപകൻ. അപ്പൊ ശിശിർ കുമാർ ഘോഷ് 1875 കൽക്കത്ത ആസ്ഥാനമായിട്ട് ആരംഭിച്ച സംഘടനയാണ് ഇന്ത്യൻ ലീഗ്. ഓക്കെ. അടുത്ത നമ്മൾ പറഞ്ഞ സംഘടന തന്നെയാണ് നമ്മുടെ സുരേന്ദ്രനാഥ് ബാനർജിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു 1876 സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദമോഹൻ ബോസും കൂടി കൽക്കത്ത ആസ്ഥാനമായിട്ട് ആരംഭിച്ച സംഘടനയാണ് ഇന്ത്യൻ അസോസിയേഷൻ. നമ്മളത് പറഞ്ഞാണല്ലോ. അപ്പൊ ഇന്ത്യൻ അസോസിയേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ ആനന്ദമോഹൻ ബോസും സുരേന്ദ്രനാഥ് ബാനർജിയും 1876 കൽക്കത്ത ആസ്ഥാനമായിട്ട്. ഓക്കെ. അത് അല്ലേ? അത് പറഞ്ഞല്ലേ നമ്മള്. അടുത്തത് 1883. ഓക്കെ. 1883 ശിശിർ ചന്ദ്ര ബോസ്. ഒന്നും കൂടി പറയാം. ശിശിർ ചന്ദ്ര ബോസ് ആണ്. അദ്ദേഹം ആരംഭിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ സൊസൈറ്റി. ഓക്കെ. ഇന്ത്യൻ നാഷണൽ സൊസൈറ്റി ശിശിർ കുമാർ ബോസ്. ശിശിർ ചന്ദ്ര ബോസ് ആണ് കേട്ടോ. ശിശിർ ചന്ദ്ര ബോസ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ സൊസൈറ്റി ശിശിർ ചന്ദ്ര ബോസ്. വർഷം 1883. ഓക്കെ. 1883. ആസ്ഥാനം എവിടെയാണ് സർ? ശിശിർ ചന്ദ്ര ബോസ് ആസ്ഥാനം എവിടെയാണ്? അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വെച്ചാൽ കൽക്കത്ത തന്നെയാണ് ആസ്ഥാനം. ഓക്കെ. കൽക്കത്തയാണ് ആസ്ഥാനം. ശിശിർ ചന്ദ്ര ബോസ്. ഇന്ത്യൻ നാഷണൽ സൊസൈറ്റി ശിശിർ ചന്ദ്ര ബോസ് 1883 കൽക്കത്ത. അടുത്തത് നിങ്ങൾ എല്ലാവരും കേട്ടിരുന്ന ഒരു സംഘടനയാണ് മദ്രാസ് മഹാജനസഭ. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1884. 1884 മദ്രാസ് മഹാജനസഭ. ആരൊക്കെയാണ് സ്ഥാപകർ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ആൾക്കാർ തന്നെയാണ്. ജി സുബ്രഹ്മണ്യ അയ്യർ ആദ്യത്തൊരാള്. എം വീരരാഘവാചാര്യർ, പി ആനന്ദചാരുലു. അപ്പൊ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയായിരിക്കും? മദ്രാസില്.
അപ്പൊ ജി സുബ്രഹ്മണ്യ അയ്യര്, എം വീരരാഘവാചാര്യര്, പി ആനന്ദചാരുലു, ഇവര് മൂന്നാളും കൂടി ആരംഭിച്ച സംഘടനയാണ് മദ്രാസ് മഹാജനസഭ. മദ്രാസ് മഹാജനസഭ 1884. ഓക്കെ, മദ്രാസ് കേന്ദ്രമാക്കി ജി സുബ്രഹ്മണ്യ അയ്യർ, എം വീരരാഘവാചാര്യർ, പി ആനന്ദചാരുലു, ഈ മൂന്ന് സ്ഥാപകരും ആൾക്കാരും കൂടി വ്യക്തികളും കൂടി ആരംഭിച്ച സംഘടനയാണ് മദ്രാസ് മഹാജനസഭ 1884. അടുത്തത് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ബോംബെയിലാണ്. 1885 ഫിറോസ് ഷാ മേത്ത, ബദ്രുദ്ദീൻ തിയാബ്ജി, കെ ടി തലാങ്. നമ്മൾ കേൾക്കാത്തൊരു പേര്, മൂന്നാമത്തെ ആളെ പേരല്ലേ, ഫിറോസ് ഷാ മേത്ത അറിയാം അല്ലെ, ബോംബെ സിംഹം എന്നറിയപ്പെടുന്നത് ഫിറോസ് ഷാ മേത്ത. ബദ്രുദ്ദീൻ തിയാബ്ജി ആദ്യത്തെ മുസ്ലിം കോൺഗ്രസ് പ്രസിഡന്റ്. ഓക്കെ, അടുത്തത് കെ ടി തലാങ്. കെ ടി തലാങ് ചാറ്റ്ലിനായിടാ, നോക്കിക്കോളൂ. കെ ടി തലാങ്. ഓക്കെ, പേര് ചാറ്റിലുണ്ട്, നോക്കിക്കോളൂ. കെ ടി തലാങ്ങിന്റെ മാത്രം കുറിച്ച് പേരുള്ളൂ കേട്ടോ. 1885 ബോംബെ കേന്ദ്രീകരിച്ച് ബോംബെ ആസ്ഥാനമായിട്ട് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ സ്ഥാപിച്ചു. ആരൊക്കെയാണ് സ്ഥാപകന്മാര്? ഫിറോസ് ഷാ മേത്ത, ബദ്രുദ്ദീൻ തിയാബ്ജി, കെ ടി തലാങ്. അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എന്ത് കോൺഗ്രസിന്റെ മുൻഗാമികൾ, അങ്ങനെ വേണം പറയാം അല്ലെ. കോൺഗ്രസ് എന്ന സംഘടന രൂപീകരിക്കുന്നതിന് മുന്നേയുള്ള പ്രധാനപ്പെട്ട സംഘടനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതൊക്കെയാണ് നമ്മളിപ്പം പറഞ്ഞത്. ഓക്കെ, പ്രധാനപ്പെട്ടത് 1838 രൂപീകരിച്ച സംഘടനകളൊക്കെ ഉണ്ട്. ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റിയാണ്, അതൊന്നും വേണ്ട നമുക്ക്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഒരു LDC ഒരു PSC പഠിക്കുന്ന ഒരു ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് പറയാൻ പറ്റുമോ? സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം. അതിനുള്ള പേരെന്താണത്? യുവജന ദിനം. ജാനുവരി 12. പറയൂ. ആ ബോംബെ പ്രസിഡൻസി അസോസിയേഷന്റെ വർഷം ഒന്ന് പറയോ? ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ 1885. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താരംഭിക്കുകയാണ്? നമ്മുടെ സിലബസിലെ നവോത്ഥാനത്തെ കുറിച്ച്, നവോത്ഥാനം എന്നല്ല അതിൽ പറഞ്ഞിരിക്കുന്നത്, സാമൂഹിക പ്രസ്ഥാനങ്ങളെ കുറിച്ച് അതിലൊരു സിലബസിൽ പറയുന്നുണ്ട്. നിങ്ങൾ അല്ലെ, സാമൂഹിക പ്രസ്ഥാനങ്ങളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് നമുക്കിന്ന് ഇപ്പം പറയാം. അത് തന്നെ ഒന്നുമില്ല, 1863 ജാനുവരി 12. നമ്മൾ പറഞ്ഞു വന്നത് ജാനുവരി 12 കുറിച്ചാണ്. 1863 അദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ, 1863 ജനുവരി 12 അദ്ദേഹം ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജന്മദിനം എന്താണ്? ദേശീയ യുവജന ദിനമായിട്ടാണ്. ഓക്കെ, ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ജനുവരി 12. അപ്പം ആരുടെ ജന്മദിനം? സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ജനുവരി 12. 1863 ജനുവരി 12 അദ്ദേഹം ജനിച്ചു അല്ലെ. ഈ യഥാർത്ഥ പേരൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കൂലേ? എല്ലാ പോയിന്റ്സും പറയാം. നമ്മളങ്ങനെ ഓരോ പോയിന്റ്സ് ആയിട്ട് അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടി നമ്മൾ പരിഗണിക്കണമല്ലോ. അപ്പം ആ ജന്മദിനം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേര് നരേന്ദ്രനാഥ ദത്ത. നരേന്ദ്രനാഥ ദത്ത.
നരേന്ദ്രനാഥ ദത്ത എന്നാണ് വിവേകാനന്ദന്റെ ശരിക്കുമുള്ള പേര്. ഓക്കെ, അല്ലെ യഥാർത്ഥ നാമെന്നോ യഥാർത്ഥ പേരെന്നോ അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അപ്പൊ അടുത്തത് ആരാണ് അദ്ദേഹത്തിന് വിവേകാനന്ദൻ എന്ന പേര് നിർദ്ദേശിച്ചെന്നല്ലേ വിളിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഖേത്രിയിലെ രാജാവായിരുന്ന അജിത് സിംഗ്. നിങ്ങൾ ഖേത്രി എന്ന് പറഞ്ഞ വേറെ എവിടെയും കേട്ടിട്ടുണ്ടോ? ഖേത്രി കേട്ടിട്ടുണ്ടോ? എവിടെയാ? കേട്ടില്ല. എന്താണ് ഖേത്രി? എന്താണ് ഖേത്രി? ഒരു ക്വാറിയല്ലേ, ഖനിയല്ലേ? ആ, എന്തിന്റെ ഖനിയാണ് ഖേത്രി ഖനി? ചെമ്പ്. ഓക്കെ, ശരി. ആ, യെസ്. അപ്പം ആ ഖേത്രിയിലെ രാജാവായിരുന്ന അജിത് സിംഗ് ആണ് നമ്മുടെ നരേന്ദ്രനാഥ ദത്ത എന്ന യുവാവിനെ വിവേകാനന്ദൻ എന്ന പേര് നിർദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ 1863 ജനുവരി 12 ജനിച്ചു. ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേര് നരേന്ദ്രനാഥ ദത്ത എന്ന യുവാവിനെ വിവേകാനന്ദൻ എന്ന പേര് നിർദ്ദേശിക്കുന്നത് ഖേത്രിയിലെ രാജാവായിരുന്ന അജിത് സിംഗ് ആണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ്? അടുത്ത് നേരെ പോകുമ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ ആരാണ്? വിവേകാനന്ദന്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ, അല്ലെ? ശ്രീരാമകൃഷ്ണ പരമഹംസർ ആണ് അയാളുടെ ഗുരു, നമ്മുടെ വിവേകാനന്ദന്റെ ഗുരു. വിവേകാനന്ദന്റെ ഗുരു ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസർ. നമ്മളെ എപ്പോഴും അറിയാം നമ്മളെ എന്താണ് വിവേകാനന്ദൻ എന്ന് പറയുമ്പോഴേ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? 1893 സെപ്റ്റംബർ 11. 1890 ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. 1893 സെപ്റ്റംബർ 11 അല്ലെ, ചിക്കാഗോയിലെ മതസമ്മേളനത്തിൽ പങ്കെടുത്തു. ചിക്കാഗോയിലെ മതസമ്മേളനത്തിൽ പങ്കെടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? ചിക്കാഗോയിലെ പ്രസംഗം നമുക്കെല്ലാവർക്കും അറിയാം. 1893 സെപ്റ്റംബർ 11 ചിക്കാഗോയിലെ മതസമ്മേളനത്തില് ആര് പങ്കെടുത്തത്? ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്തത്. ഓക്കെ, ആ ദിവസമാണ് അദ്ദേഹം ആ സദസ്സിനെ അഭിസംബോധന ചെയ്തത്. ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയുണ്ട്, രാജ രവിവർമ്മയാണ് ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ മലയാളി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അദ്ദേഹം ഇനി പ്രധാനപ്പെട്ടത് നമുക്ക് വേണമെങ്കിൽ പറയാം. മലയാളിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യം, വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച വർഷം 1892. അപ്പം ആലോചിക്കണം, 1892 കേരളം സന്ദർശിച്ചു. അത് കഴിഞ്ഞിട്ട് മൂപ്പര് നേരെ എവിടെ പോയി? ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തു 1893 സെപ്റ്റംബർ 11. അപ്പൊ കേരളം സന്ദർശിച്ചത് 1892. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, നമ്മളാ എലിമിനേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. 1892 കേരളത്തിൽ വന്നു. ഇല്ല, നമ്മൾ കേരളത്തിൽ വന്നപ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെ കുറിച്ച് അറിഞ്ഞത് 1893 ചിക്കാഗോ സർവമത സമ്മേളനം. അത് നമുക്ക് എന്തായാലും അറിയാം. അപ്പൊ കേരളത്തിൽ വന്നത്, അതിനു മുന്നെയാണ് കേരളത്തിൽ വന്നത്. 1892 കേരളത്തിൽ വന്നു. ഓക്കെ, 1893 ചിക്കാഗോ മതസമ്മേളനം. അപ്പൊ ഈ 2 പോയിന്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്വാമി വിവേകാനന്ദൻ സമാധിയായ വർഷം 1902 ജൂലൈ 4.
1902 ജൂലൈ 4-നാണ് അദ്ദേഹം സമാധിയാകുന്നത്. ഓക്കെ, 1902 ജൂലൈ 4-ന്. അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കന്യാകുമാരി, വിവേകാനന്ദ പാറ. ഓക്കെ, പക്ഷെ ആ വിവേകാനന്ദ പാറയിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമ വിവേകാനന്ദനല്ല. ഓക്കെ, തിരുവള്ളുവറതാണ്. ഓക്കെ, അത് നിങ്ങൾ മാറിപ്പോയത്. ക്ലിയർ? പിന്നെ നമുക്ക് പഠിക്കാനുള്ളത്, പിന്നെ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ പറയാം. ഓക്കെ, അല്ല ആദ്യം പറഞ്ഞത് കുറെ തവണ വന്ന ഒരു ചോദ്യമാണ്, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് വിവേകാനന്ദനാണ്. ഓക്കെ, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വിവേകാനന്ദൻ. ശരിയാണത്? അന്നത്തെ സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് അല്ലേ? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്, ഇതാണ് കുറെ തവണ വന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ വലിയൊരു മുദ്രാവാക്യം ഇല്ല, അല്ലെങ്കിൽ അദ്ദേഹം ആഹ്വാനം നൽകിയ കാര്യങ്ങളാണ് ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യ വരാൻ നിബോധത. ഇങ്ങനെ പറഞ്ഞാല് നമുക്കറിയില്ല. നമുക്ക് പറയാം, ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യം നേടുന്നത് വരെ പ്രയത്നിക്കൂ. ഓക്കെ, ഇതാണ് ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യ വരാൻ നിബോധത. നമുക്കിത് മതി. അദ്ദേഹം ആഹ്വാനം ചെയ്തതാണ് ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യം നേടുന്നത് വരെ പ്രയത്നിക്കൂ. ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യം നേടുന്നത് വരെ പ്രയത്നിക്കൂ. ഉണരൂ, ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യം നേടുന്നത് വരെ പ്രയത്നിക്കൂ. രാവിലെ എണീക്കൂ, ക്ലാസ് നോട്ട്സ് ഒക്കെ എടുത്ത് വായിക്കൂ, LTC പരീക്ഷ എഴുതൂ. ഓക്കെ, ആദ്യത്തെ 100 റാങ്ക് ലിസ്റ്റില് റാങ്ക് കിട്ടാൻ വേണ്ടി പ്രയത്നിക്കൂ. അതല്ല, ഇത് സ്വാമി വിവേകാനന്ദനല്ല കേട്ടോ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ എന്താ? ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യം നേടുന്നത് വരെ പ്രയത്നിക്കൂ. ഓക്കെ, അടുത്തത് നമ്മള് ഗീതയിലേക്ക് മടങ്ങുക. ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആരാണ് ആഹ്വാനം ചെയ്തത്? സ്വാമി വിവേകാനന്ദൻ. ഓക്കെ, വേദങ്ങളിലേക്ക് മടങ്ങാൻ വേണ്ടി ആഹ്വാനം ചെയ്തത് ആരാ? നിങ്ങൾക്ക് അറിയാലോ, പറഞ്ഞോ. അത് രണ്ടും അടുപ്പിച്ചെന്ന് എഴുതിക്കോ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ, അങ്ങനെ ഒരുമിച്ച് എഴുതിക്കാൻ നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ വരത്തില്ല. അപ്പൊ ഗീതയിലേക്ക് മടങ്ങാൻ വേണ്ടി പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ അല്ലെ? വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തത് ദയാനന്ദ സരസ്വതി. അപ്പൊ പ്രധാനപ്പെട്ട അദ്ദേഹം പറഞ്ഞത് എന്താണ്? കേരളം ഭ്രാന്താലയമാണെന്ന് വിശേഷിപ്പിച്ചു. ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യം നേടുന്നത് വരെ പ്രയത്നിക്കൂ, സ്വാമി വിവേകാനന്ദൻ. ഗീതയിലേക്ക് മടങ്ങുക, സ്വാമി വിവേകാനന്ദൻ. ഓക്കെ, വേദങ്ങളിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തത് ദയാനന്ദ സരസ്വതി. അപ്പം 1863 ജനുവരി 12-ന് ജനിച്ചു സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിന്റെ ജന്മദിനം ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നു. ഓക്കെ, നരേന്ദ്രദത്ത എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള പേര്. ഖേത്രിയിലെ രാജാവായിരുന്ന അജിത് സിംഗ് അദ്ദേഹത്തിന് എന്ത് പേര് നിർദ്ദേശിച്ചു? വിവേകാനന്ദൻ എന്ന പേര് നിർദ്ദേശിച്ചു. ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസർ. 1893 സെപ്റ്റംബർ 11-ന് അദ്ദേഹം ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തു. രാജാ രവിവർമ്മ ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ മലയാളി. വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചത് 1892. 1904 ജൂലൈ 4-ന് അദ്ദേഹം സമാധിയായി. ഓക്കെ, സമാധിയായി. ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യം നേടുന്നതിന് പ്രയത്നിക്കൂ, ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യ വരാൻ നിബോധത. ഓക്കെ, ആഹ്വാനം ചെയ്താരാണ്? സ്വാമി വിവേകാനന്ദൻ. യെസ്, RV ശ്രീലാലെ എന്താണ് ചോദിക്കൂ. വിവേകാനന്ദ പാറയിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമ ആരുടെയാ സർ?
തിരുവള്ളുവർ. ഓക്കെ. തിരുക്കുറൾ എഴുതിയത് തിരുവള്ളുവർ. അദ്ദേഹത്തിന്റെ പ്രതിമയാണ് അവിടെ ഉള്ളത് കേട്ടോ. കന്യാകുമാരി വിവേകാനന്ദ പാറയിലെ ആ പ്രതിമ. യെസ്. അപ്പം എന്താണ്? ഗീതയിലേക്ക് മടങ്ങുക സ്വാമി വിവേകാനന്ദൻ. വേദങ്ങളിലേക്ക് മടങ്ങാൻ ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതി. ഇദ്ദേഹം നേതാജി സുഭാഷ് ചന്ദ്രബോസ്, നമ്മുടെ ചന്ദ്രബോസ് ഉണ്ടല്ലോ, അദ്ദേഹമാണ് പറഞ്ഞത്, അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് ആര് വിശേഷിപ്പിച്ചു? സുഭാഷ് ചന്ദ്രബോസ് നമ്മുടെ വിവേകാനന്ദനെ വിശേഷിപ്പിച്ചു. ഓക്കെ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചു. ക്ലിയർ ആണല്ലോ? അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങള് മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി, അല്ലെ? ശരിയല്ലേ? മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി. കേട്ടോ, നിന്റെ തീരുമാനങ്ങളാണ് എന്താണ് നിന്റെ ജീവിതം എന്നൊക്കെ പറയുന്നില്ലേ? അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി. ഹിസ് ഓൺ ഡെസ്റ്റിനി. മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി എന്ന പുസ്തകം ആരുടേതാണ്? സ്വാമി വിവേകാനന്ദൻ. പ്രധാനപ്പെട്ട പുസ്തകം. അത് കഴിഞ്ഞിട്ടുള്ള മറ്റു പുസ്തകങ്ങള് രാജയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം. പഠിക്കുക എളുപ്പ. രാജയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം. രാജയോഗം 1, ഭക്തിയോഗം 2, കർമ്മയോഗം 3, ജ്ഞാനയോഗം 4. ഓക്കെ, ക്ലിയർ ആയോ? രാജയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം. The East and the West. The East and the West. The East and the West. കേട്ടോ, the East and the West. വർത്തമാൻ ഭാരത്. വർത്തമാൻ ഭാരത്. വർത്തമാൻ ഭാരത്. അപ്പം മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി അദ്ദേഹത്തിന്റെ പുസ്തകം. രാജയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം. ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ്. വർത്തമാൻ ഭാരതം. ഓക്കെ, പുസ്തകങ്ങൾ ക്ലിയർ ആയോ? പറയണോ? ധർമ്മയോഗമാണോ കർമ്മയോഗം? കർമ്മയോഗം ഉണ്ട്. രാജയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം. ഓക്കെ, യെസ്. അദ്ദേഹത്തിന്റെ ഒരു കവിതയുണ്ട്, സംഗീത കൽപ്പതരു. അദ്ദേഹത്തിന്റെ കവിതയാണ്, അത് കവിത തന്നെ വർക്കാണ് എഴുതുന്നത്. കവിതയാണ് സംഗീത കൽപ്പതരു. കലപ്പയല്ലേ, കൽപ്പ. സംഗീത കൽപ്പതരു. കൽപ്പതരു. അതപ്പോ അതാണ് സ്വാമി വിവേകാനന്ദൻ. പിന്നെ നിങ്ങൾ കേട്ടിരിക്കുന്ന സ്വാമി വിവേകാനന്ദന്റെ ഒരു ശിഷ്യ ഉണ്ടല്ലോ, സിസ്റ്റർ നിവേദിത.
ഇത് സിസ്റ്റർ നിവേദിതൊക്കെ കുറെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. സിസ്റ്റർ നിവേദിത അയർലൻഡ് കാര്യമാണ്. ഞാൻ പറയാൻ പോയെന്ന പോയിന്റ്, സിസ്റ്റർ നിവേദിതയുടെ പോയിന്റ് വേറൊന്നുമല്ല, അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യനാണ് സുബ്രഹ്മണ്യ ഭാരതി. അതൊന്ന് നോട്ട് ചെയ്തു. സിസ്റ്റർ നിവേദിതയുടെ പ്രധാന ശിഷ്യനാണ് സുബ്രഹ്മണ്യ ഭാരതി. നമ്മളെ സുബ്രഹ്മണ്യ ഭാരതി തമിഴ് കവിയാണ് സുബ്രഹ്മണ്യ ഭാരതി. അദ്ദേഹം സുബ്രഹ്മണ്യ ഭാരതി ആരാണ്? സിസ്റ്റർ നിവേദിയുടെ പ്രധാന ശിഷ്യനാണ് കേട്ടോ. അതുപോലെ തന്നെ സിസ്റ്റർ നിവേദിയുടെ ഒരു പുസ്തകം കൂടി നമുക്ക് പരിചയപ്പെടാം. ദ മാസ്റ്റർ ആസ് ഐ സോ ഹിം. ദ മാസ്റ്റർ ആസ് ഐ സോ ഹിം. സിസ്റ്റർ നിവേദിത എഴുതിയ ബുക്ക്. ഓക്കെ, ദ മാസ്റ്റർ ആസ് ഐ സോ ഹിം. ഓക്കെ, സ്വാമി വിവേകാനന്ദന്റെ പ്രധാന ശിഷ്യയാണ് സിസ്റ്റർ നിവേദിത. അയർലൻഡുകാരിയാണ് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ സിസ്റ്റർ നിവേദിതയുടെ പ്രധാന ശിഷ്യനാണ് സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതി എന്ന് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ എഴുതി വെച്ചു. തമിഴ് കവിയാണ്, പ്രധാനപ്പെട്ട പ്രസിദ്ധമായ നമ്മളെ മലയാള നവോത്ഥാന നായകന്മാരില്, അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ നവോത്ഥാന നായകന്മാരിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്, ഒരു പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് സുബ്രഹ്മണ്യ ഭാരതി. ഓക്കെ, അത് സിസ്റ്റർ നിവേദിയുടെ പുസ്തകത്തിന്റെ പേരാണ് ദ മാസ്റ്റർ ആസ് ഐ സോ ഹിം എന്ന പുസ്തകം എഴുതിയതാരാണ്? സിസ്റ്റർ നിവേദിത. മതി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന, ആചരിക്കുന്ന ആരാ? നമ്മുടെ സ്വാമി വിവേകാനന്ദൻ. ഓക്കെ, സ്വാമി വിവേകാനന്ദൻ. നമ്മൾ എന്താ പറയാ, നമ്മൾ ആദ്യമേ പറയുമ്പോഴും ഇല്ലെങ്കിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ആരംഭിക്കുമ്പോഴും ആധുനിക ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗങ്ങളിൽ ഒന്നാണ് എന്താണ്? നവോത്ഥാനം, അല്ലെ? സാമൂഹിക പരിഷ്കർത്താക്കൾ അല്ലെ? നമ്മള് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തില് നവോത്ഥാന നായകന്മാരെ കുറിച്ച് ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന പഠിക്കുന്ന ഒരു പേരാണ് രാജാറാം മോഹൻ റോയ്. നിങ്ങൾക്കറിയാം രാജാറാം മോഹൻ റോയ്, അല്ലെ? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയെ കുറിച്ചുള്ള പോയിന്റുകൾ എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം? പറഞ്ഞേ, കുറച്ച് പോയിന്റ്സുകൾ പറഞ്ഞു തന്നെ നോക്കട്ടെ. രാജാറാം മോഹൻ റോയ് അല്ലേ സർ? കേട്ടില്ല. സതി നിർത്തലാക്കിയത്? പിന്നെ പോരട്ടെ. പിന്നെ ബ്രഹ്മസമാജം സ്ഥാപിച്ചു. പിന്നെന്ത് പറയാം? പിന്നെ പോരട്ടെ. ആത്മീയ സഭ. പറഞ്ഞോ, തെറ്റിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ തെറ്റെന്നുള്ള പേടി കൊണ്ട് പറയാതിരിക്കല്ലേ. നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താ? ദേശീയ പ്രസ്ഥാനത്തിന്റെ പിതാവ്. ആദ്യം നമ്മൾ അതല്ലേ നമ്മൾ പഠിക്കുന്നത്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, അല്ലെ? നവോത്ഥാന നായകൻ, അല്ലെ? യെസ്. എടാ, നിങ്ങൾ ടൈം ടേബിൾ ഒക്കെ റെഡി ആയില്ലേ? സെറ്റ് ആയില്ലേ? പിന്നെന്താ നമ്മളന്ന് പറഞ്ഞേ? നിങ്ങൾ മറ്റേ ഇതൊക്കെ നോക്കാൻ തുടങ്ങി? ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കാൻ തുടങ്ങിയോ? നമ്മുടെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതിയൊക്കെ? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇപ്പൊ രാജാറാം മോഹൻ റോയ്
ഓക്കെ, ബംഗാളിലാണ്. ബംഗാളിലെ രാധാനഗർ, പ്ലീസ് നോട്ട് ദ പ്ലേസ്. 1772 in 1772 1772 ബംഗാളിലെ രാധാനഗർ എന്ന സ്ഥലത്താണ് നമ്മുടെ രാജാറാം മോഹൻ റോയ് ജനിക്കുന്നത്. ഓക്കെ, രാജാറാം മോഹൻ റോയ്. ഓക്കെ, അപ്പം 1772 ബംഗാളിലെ രാധാനഗർ, രാജാറാം മോഹൻ റോയ് ഫസ്റ്റ്. അടുത്തത്, ആ രാജാറാം മോഹൻ റോയ്ക്ക് നമ്മൾ രാജാറാം മോഹൻ റോയ് എന്നാണ് പറയുന്നത് അല്ലെ. റാം മോഹൻ റോയ് ആണ് ശരിക്കുള്ള അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ ആരാ നമുക്കറിയണ്ടേ? ആ മുഗൾ ഭരണാധികാരിയാണ്. ആരാണ് മുഗൾ ഭരണാധികാരി? അക്ബർ ഷാ രണ്ടാമൻ. അക്ബർ ഷാ രണ്ടാമനാണ് മുഗൾ ഭരണാധികാരിയായ അക്ബർ ഷാ രണ്ടാമനാണ് റാം മോഹൻ റോയ്ക്ക് എന്താ പേര് കൊടുത്തത്? രാജ എന്ന സ്ഥാനപ്പേര് കൊടുത്തത്. അങ്ങനെ എന്തായി? റാം മോഹൻ റോയ് രാജാ റാം മോഹൻ റോയ് ആയി. ക്ലിയർ? ഓക്കെനാ? അപ്പം നമുക്ക് രാജാ റാം മോഹൻ റോയ് നോട്ട് ചെയ്യണേ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ആ പോയിന്റ് ആയിട്ട് പറയാതെ നിങ്ങൾ ക്ലാസ് നോട്ടായിട്ട് എഴുതിയെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ 3 പോയിന്റ് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ആദ്യമേ പറഞ്ഞ കുറച്ച് കേട്ടിരിക്കുന്ന പേരുകളുണ്ട്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് അല്ലെ, ഇന്ത്യൻ ദേശീയതയുടെ പിതാവ്, പ്രവാചകൻ, സോറി പിതാവല്ല പ്രവാചകൻ എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് ആരായിരുന്നു? ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് ആരായിരുന്നു? പോയി മറന്നുപോയി. വിവേകാനന്ദൻ. ദേശീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് നമ്മള് മലയാളത്തിൽ തന്നെ പഠിക്കണം. ദ ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ആൻഡ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം. രണ്ടും രണ്ടാൾക്കാരല്ലേ? ദ ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ദ ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം, ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പറഞ്ഞോ സീമ, റാഷിദ. സുരേന്ദ്രനാഥ് ബാനർജി, ദ ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം, ദേശീയതയുടെ പിതാവ്. ഓക്കെ, ദേശീയ പ്രസ്ഥാനത്തിന്റെ പിതാവോ? ദേശീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാണ്? വിവേകാനന്ദന്. വിവേകാനന്ദൻ അല്ല കൊച്ചേ, അങ്ങനെ വിവേകാനന്ദൻ വരുന്നേ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ദ ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാ? സീമ, റിൻഷി എവിടെ? റിൻഷി, ഗ്രീഷ്മ ആരാ? പറഞ്ഞേ. ആഹാ, ദേവേന്ദ്രനാഥ്. അടി അടി അടി. ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞോ. യെസ്, വെരി ഗുഡ്, ബാലഗംഗാധര തിലക്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് നിങ്ങളിങ്ങനെ എന്താണ് അതിന്റെ അടിയിൽ തന്നെ മറ്റേതും എഴുതി വെക്കുന്നത്. കാരണം നമുക്ക് ആ ഒരു അങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. അവിടെ കമ്പാരിസൺ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു പേര് 2 പേരുകൾ അടുത്തടുത്ത് വെച്ച് തന്നെ പഠിക്കണം, എന്നാൽ നമുക്ക് അത് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഗീതയിലേക്ക് മടങ്ങുക വിവേകാനന്ദൻ, വേദങ്ങളിലേക്ക് മടങ്ങുക ദയാനന്ദ സരസ്വതി. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു പേര് വന്നത് എന്താണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാ റാം മോഹൻ റോയ്, ഇന്ത്യൻ ദേശീയയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാ റാം മോഹൻ റോയ്. ഓക്കെ, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് രാജാ റാം മോഹൻ റോയ്. ഓക്കെ, ഒരു മിനിറ്റ്. എന്താ റിൻഷി പറയൂ. റിൻഷി, നെറ്റ് കട്ടായി പോയി. രാജാ റാം മോഹൻ റോയിട്ട് പോയി പറയാൻ പറ്റും. രാജാ റാം മോഹൻ, ഒരു മിനിറ്റ് പറഞ്ഞുതരാം. ഒറ്റ മിനിറ്റ്, ഇപ്പം പറഞ്ഞു, ഒരു മിനിറ്റ്.
യെസ് റിൻഷി. ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ബംഗാളിലെ രാധാനഗറില്, എവിടെയാണ്? ബംഗാളിലെ രാധാനഗറിൽ 1772 രാജാറാം മോഹൻ റോയ് ജനിച്ചത്. 1772 ബംഗാളിലെ രാധാനഗർ. മുഗൾ ഭരണാധികാരിയായിരുന്ന അക്ബർ ഷാ രണ്ടാമനാണ് റാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് കൊടുത്തത്. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി പറഞ്ഞത് എന്താണ്? രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്, പേര് മാറിപ്പോയത്, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ. പക്ഷെ ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? സുരേന്ദ്രനാഥ് ബാനർജി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ബാലഗംഗാധര തിലക്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാ? രാജാറാം മോഹൻ റോയ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ, ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ ആരാണ്? രാജാറാം മോഹൻ റോയ്. ഓക്കെ, അപ്പം ഒന്നും കൂടി പറയാം. നവോത്ഥാനത്തിന്റെ പിതാവ്, ദേശീയതയുടെ പ്രവാചകൻ, ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയ പത്ര പ്രവർത്തനത്തിന്റെ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ്. ഓക്കെ, ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവാണ്, നവോത്ഥാന നേതാവാണ് രാജാറാം മോഹൻ റോയ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്ന നവോത്ഥാന നേതാവാണ് രാജാറാം മോഹൻ റോയ്. ഒന്നും കൂടി പറയാൻ നോട്ട് ചെയ്തോളൂ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ, ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ, ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നു. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഓക്കെ, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ പിതാവാണ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഓക്കെ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. വിശേഷിപ്പിച്ച് നമുക്ക് കുറച്ചു കഴിഞ്ഞിട്ട് പറയാന്ന് വെച്ചിട്ടാ കേട്ടോ. യെസ്, അപ്പം ഒന്നും കൂടി പറയാം, നോട്ട് ചെയ്തോളൂ. ഓക്കെ അല്ലേ? ഏതെങ്കിലും പോയിന്റ് വീണ്ടും പറയണോ? സൗമ്യ, റിൻഷി, ഗ്രീഷ്മ, എനിബഡേ? പോരട്ടെ, ഉണരൂ, എഴുന്നേൽക്കൂ, മറുപടി പറയൂ. സാർ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഒന്ന് പറയൂ. പറയാലോ. ഏത് തേജസ്വിനി, ഏത് പോയിന്റ് ആണ് നമുക്ക് പറയാനുള്ളത്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഓക്കെ, യെസ്, എല്ലാ പോയിന്റും ഒന്നും കൂടി പറയാം. ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. 1772 ബംഗാളിലെ രാധാനഗറിൽ ആര് ജനിച്ചു? രാജാറാം മോഹൻ റോയ് ജനിച്ചു. മുഗൾ ഭരണാധികാരിയായിരുന്ന അക്ബർ ഷാ രണ്ടാമനാണ് അദ്ദേഹത്തിന് രാജ എന്ന സ്ഥാനപ്പേര് കൊടുത്തത്. റാം മോഹൻ റോയ് അങ്ങനെ രാജാറാം മോഹൻ റോയ് ആയി മാറി. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്, ഇന്ത്യൻ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ രാജാറാം മോഹൻ റോയ്, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റോയ്, ഇന്ത്യൻ ദേശീയ പത്ര പ്രവർത്തനത്തിന്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്, ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. യെസ്, ഓക്കെ. അപ്പൊ നമ്മള് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ്, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ് സാറ്? ആരെയാണ് പറഞ്ഞേ?
ചലപതി റാവു ആണോ? ആരാണ്? അറിയില്ല. അല്ല പറഞ്ഞു, അല്ല അറിയുന്ന ആരെങ്കിലും പറഞ്ഞു. എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല അതിനെ കുറിച്ച്. എന്റെ കൂടെ ഉള്ളൊരു അങ്ങനെ ആരും ഉണ്ട്, എനിക്ക് അറിയില്ല, അതുകൊണ്ട് ചോദിച്ചേ. അറിയുന്ന ആരെങ്കിലും പറയൂ. സീമക്കൊക്കെ അറിയാവോ? സീമ, റിൻഷി, തേജസ്വിനി, ആര് വേണമെങ്കിലും പറയാം. ഗ്രീഷ്മ. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ എന്നറിയപ്പെടുന്ന ആരാ? ചലപതി റാവു ആണെന്ന് തോന്നുന്നു. ആ അതെ അതെ അതെ, ചലപതി റാവു. യെസ്. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? അങ്ങനെ നിങ്ങൾ ചോദിച്ചോ. നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ നല്ലത് തന്നെയല്ലേ, നിങ്ങൾക്ക് കിട്ടത്തില്ലേ? യെസ്. അപ്പൊ ഞാൻ രാജാറാം മോഹൻ റോയിയെ കുറിച്ച് പറഞ്ഞോട്ടെ? പറയട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് യെസ്, നമുക്ക് അദ്ദേഹത്തിന്റെ ആരംഭിച്ച കുറേ സംഘടനകൾ ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് നമുക്ക് ഓരോ വർഷങ്ങളായിട്ട് നമുക്കത് നോക്കാം. അദ്ദേഹം ആത്മീയ സഭ, നിങ്ങൾ പറഞ്ഞു, ആത്മീയ സഭ അദ്ദേഹം ആരംഭിച്ചത് 1815 1815 രാജാറാം മോഹൻ റോയ് എന്താരംഭിച്ചത്? ആത്മീയ സഭ. 1815 ആത്മീയ സഭ. 1825 കൽക്കട്ടയില് വേദാന്ത കോളേജ്. 1815 ആത്മീയ സഭ. 1825 കൽക്കത്തയില് വേദാന്ത കോളേജ് സ്ഥാപിച്ചതാരാണ്? രാജാറാം മോഹൻ റോയ്. ഓക്കെ ഓക്കെ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ബ്രഹ്മസമാജമാണ്. അത് 1828 ഓക്കെ. അതിനു മുന്നേ 1822 ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂളായ ആംഗ്ലോ ഹിന്ദു സ്കൂൾ കൽക്കട്ടയിൽ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചതാരാണ്? നമ്മുടെ രാജാറാം മോഹൻ റോയ്. അങ്ങനെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് സ്കൂളായി, ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂളായ ആംഗ്ലോ ഹിന്ദു സ്കൂള് എവിടെ ആരംഭിച്ചു? കൽക്കട്ടയിൽ ആരംഭിച്ചതാരാണ്? രാജാറാം മോഹൻ റോയ്. ഓക്കെ, രാജാറാം മോഹൻ റോയ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് 1823 കൽക്കത്ത യൂണിറ്റേറിയൻ സൊസൈറ്റി സ്ഥാപിച്ചു. ബ്രിട്ടീഷ് മിഷണറിമാരായിരുന്ന വില്യം ആദത്തിനൊപ്പം 1823 എന്ത് ആരംഭിച്ചു? കൽക്കത്ത യൂണിറ്റേറിയൻ സൊസൈറ്റി. കൽക്കത്ത യൂണിറ്റേറിയൻ സൊസൈറ്റി. കൽക്കത്ത യൂണിറ്റേറിയൻ സൊസൈറ്റി. ഓക്കെ. യെസ്. അപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? 1815 ആത്മീയ സഭ. 1825 വേദാന്ത കോളേജ് അല്ലെ? അതിനു മുന്നേ 22 ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂളായ ആംഗ്ലോ ഹിന്ദു സ്കൂള് എവിടെ സ്ഥാപിച്ചു? കൽക്കത്തയിൽ അല്ലെ? 23 കൽക്കത്ത യൂണിറ്റേറിയൻ സൊസൈറ്റി. പിന്നെ നമുക്ക് പഠിക്കാം 1828 ബ്രഹ്മസമാജമുണ്ട്. ഓക്കെ. ബ്രഹ്മസമാജം നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വേണം പഠിക്കാം. പക്ഷെ നമുക്ക് എന്ത് പറയാം? അതിനു മുന്നേ നിങ്ങൾ പറഞ്ഞൊരു ആൻസറിൽ പറയാം. ആ ഒരു ദിവസം 1829 സതി സമ്പ്രദായം നിർത്തലാക്കിയത്.
ഓക്കെ, ആ ഡേറ്റ് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. സദ്യ സമ്പ്രദായത്തിനെതിരെ നിയമം പാസ്സാക്കാൻ വില്യം ബെന്റിക്കിനെ ആരാണ് സംസാരിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും ആരാണ്? രാജാ റാം മോഹൻ റോയ്. അങ്ങനെ 1829 ഡിസംബർ 4 എന്ത് നിരോധിച്ചു? സതി നിരോധനം എന്താണ് നിലവിൽ വന്നു. ഓക്കെ, നിർത്തലാക്കിയത് 1829 ഡിസംബർ 4. ഓക്കെ, ക്ലിയർ ആണോ? 1829 ഡിസംബർ 4. യെസ്. അടുത്തത് നമ്മുടെ ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ രാജാ റാം മോഹൻ റോയ്. 1828. സഭയാണ് ബ്രഹ്മസമാജമായി മാറിയത്. അപ്പം ബ്രഹ്മസമാജത്തിന്റെ ആദ്യത്തെ പേര് ബ്രഹ്മസഭ. ഈ ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് 1830. ഓക്കെ, അപ്പം ബ്രഹ്മസഭയാണ് ബ്രഹ്മസമാജമായി മാറിയത്. ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയ വർഷം 1830. ഓക്കെ, 1830. ഈ ബ്രഹ്മസമാജത്തിന്റെ പ്രചരണത്തിന് വേണ്ടി, ദ പോപ്പുലറൈസേഷൻ ഓഫ് ബ്രഹ്മസമാജത്തിന് വേണ്ടി അദ്ദേഹം ആരംഭിച്ച പത്രമാണ് ഏതാണ്? സമ്പാദ് കൗമുദി. കഴിഞ്ഞ വർഷം ചോദിച്ചു, കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷം 2019 വന്ന ചോദ്യമാണ്. സമ്പാദ് കൗമുദി ആരുടെ പേപ്പറാണ്? അതെല്ലാവർക്കും അറിയുന്ന കാര്യം അല്ലെ? അപ്പൊ എന്തിനു വേണ്ടിയാണ് സമ്പാദ് കൗമുദി ആരംഭിച്ചത്? ബ്രഹ്മസമാജത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ് സമ്പാദ് കൗമുദി ആരംഭിച്ചത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അങ്ങനെ ബ്രഹ്മസമാജത്തിന്റെ രണ്ട് ഇത് വന്നു, രണ്ടായിട്ട് പിരിഞ്ഞു. ആ ബ്രഹ്മസമാജത്തിന് 2 പിരിവുകളാണ്. ഒന്ന് ആദി ബ്രഹ്മസമാജം, ഒന്ന് ഭാരതീയ ബ്രഹ്മസമാജം. ഒന്ന് ആദി ബ്രഹ്മസമാജം, മറ്റൊന്ന് ഭാരതീയ ബ്രഹ്മസമാജം. ആ വർഷം 1866 ബ്രഹ്മസമാജം എന്തായിട്ട് സ്പ്ലിറ്റ് ആകുന്നത്? ആദി ബ്രഹ്മസമാജം ആൻഡ് ഭാരതീയ ബ്രഹ്മസമാജം. ഓക്കെ, ഈ 2 ആൾക്കാർ ഓക്കെ ബ്രഹ്മസമാജത്തിന് അങ്ങനെയാണല്ലോ. അദ്ദേഹം മരിച്ചു 1866. അതങ്ങനെയാണ്. രാജാ റാം മോഹൻ റോയ് സർ, ആ പോയിന്റ്സ് ഒന്നുകൂടെ പറയാവോ? 2 സമാജവും 1866. പറഞ്ഞുതരാം. എങ്ങനെയാ വെച്ചാല് രാജാ റാം മോഹൻ റോയ് മരിക്കുന്നത് വരെ, ആ സമയം വരെ തന്നെ ബ്രഹ്മസമാജം തന്നെയാണ്. പക്ഷെ അത് മരിച്ച ശേഷം 2 ആൾക്കാര് അതിന്റെ നേതൃത്വം ഏറ്റെടുത്തു. ദേവേന്ദ്രനാഥ് ടാഗോറും കേശബ് ചന്ദ്ര സെൻ. ഈ 2 ആൾക്കാരാണ് ഇത് ഏറ്റെടുത്തത്. ഓക്കെ, അങ്ങനെ എന്തായി? ഇവർ 2 ഏറ്റെടുത്ത്, സ്വാഭാവികം, 2 നിൽക്കത്തില്ലല്ലോ. അങ്ങനെ ബ്രഹ്മസമാജത്തിന് 2ആയിട്ട് പിരിഞ്ഞു. ആ 2ആയിട്ട് പിരിഞ്ഞതാണ് 1866 ആദി ബ്രഹ്മസമാജം ആൻഡ് ഭാരതീയ ബ്രഹ്മസമാജം. ആദി ബ്രഹ്മസമാജം ആൻഡ് ഭാരതീയ ബ്രഹ്മസമാജം. ആദി ബ്രഹ്മസമാജം ആൻഡ് ഭാരതീയ ബ്രഹ്മസമാജം. ക്ലിയർ ആണോ? 1866 ആദി ബ്രഹ്മസമാജം എന്താ ഇമ്പോർട്ടന്റ് ആണോ സർ? എന്താ ഇമ്പോർട്ടന്റ് ആണോ? അതായത് അതെ, ആ പേരുകൾ നിർബന്ധമാണെന്ന് ചോദിക്കാം. പേരുകൾ വേണം. വേണം. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ദേവേന്ദ്രനാഥ് ടാഗോർ. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയതോ കേശബ ചന്ദ്ര സെൻ. ഓക്കെ, 1866 ബ്രഹ്മസമാജം, ആദി ബ്രഹ്മസമാജം ആൻഡ് ഭാരതീയ ബ്രഹ്മസമാജം എന്നിങ്ങനെ 2ആയിട്ട് പിരിഞ്ഞു. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ് ടാഗോർ. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശബ ചന്ദ്ര സെൻ. ഓക്കെ, അങ്ങനെ പുതിയൊരു ബ്രഹ്മസമാജം കൂടി വന്നായിരുന്നു 1878. സാധാരണ ബ്രഹ്മസമാജം. 1878 സാധാരണ ബ്രഹ്മസമാജം രൂപീകരിച്ചു. ഇതാരൊക്കെയാ? ആനന്ദ മോഹൻ ബോസ് ആൻഡ് ശിവനാഥ് ശാസ്ത്രി. ഇതൊക്കെ ഇമ്പോർട്ടൻ്റാ.
കാരണം നമുക്ക് ഇത് പഠിക്കുമ്പോഴാണ് നമുക്ക് എന്താണ് ഇത് ഭയങ്കര ഒരു ഇഷ്ടപ്പെടാത്തൊരു ഏരിയ ആയിട്ട് നമുക്ക് ഇത് വരുന്നത്. ഓക്കെ, ഒന്നുമില്ല, ആ ഒരു ബ്രഹ്മസമാജം നമ്മൾ നോട്ട് ചെയ്യുക. 1828 ബ്രഹ്മസമയമാണ് ബ്രഹ്മസമാജമായി മാറിയത്. 1828. 1830 മുതൽ ബ്രഹ്മസഭ ബ്രഹ്മസമാജമായിട്ട് അറിയപ്പെടാൻ തുടങ്ങി. ബ്രഹ്മസമാജത്തിന്റെ പ്രചരണത്തിന് വേണ്ടി നമ്മുടെ ആനന്ദം രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രമാണ് ഏത്? സമ്പാദ് കൗമുദി. അങ്ങനെ രാജാറാം മോഹൻ റോയ് മരിക്കുന്നത്. രാജാറാം മോഹൻ റോയ് മരിക്കുമ്പോൾ ദേവേന്ദ്രനാഥ് ടാഗോറും കേശവചന്ദ്രസെന്നും ബ്രഹ്മസമാജത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു. അതോടെ എന്തായി? അത് പിരിയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആദ്യ ബ്രഹ്മസമാജം, ഭാരതീയ ബ്രഹ്മസമാജം എന്ന 2 സമാജങ്ങൾ വന്നു. 1866 ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ് ടാഗോർ. കേശവചന്ദ്രസൻ ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകി. 1878 സാധാരണ ബ്രഹ്മസമാജങ്ങൾ ഒരു പുതിയൊരു ബ്രഹ്മസമാജം കൂടി വന്നായിരുന്നു. അതിന്റെ നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആനന്ദമോഹൻ ബോസും ശിവനാഥ ശാസ്ത്രി. ഓക്കെ, ശിവനാഥ ശാസ്ത്രി. ഇതിനിടക്ക് ഒരു തത്വബോധിനി സഭ എന്നൊരു സഭ ആരാരംഭിച്ചു? ദേവേന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് റാംമോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ച സംഘടനയാണ് ഏത്? തത്വബോധിനി സഭ എന്ന് പറയുന്നത്. തത്വബോധിനി സഭ. ഒന്ന് വായിച്ചു നോക്കിക്കേ, കുറച്ച് പോയിന്റ്സും കൂടി ഉണ്ട്. എല്ലാം കൂടി ഒരുമിച്ചായാലേ അവസാനം നമുക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കേ, ഒരു മിനിറ്റ്. യെസ്, അപ്പൊ നമ്മൾ ബ്രഹ്മസമാജം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അല്ലെ? 1828 1830 ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. അപ്പൊ അടുത്ത വർഷം 1830. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ ആരംഭിച്ചത് 1830 രാജാറാം മോഹൻ റോയ്. ഓക്കെ, സർ തത്വബോധിനി സമാജത്തിന്റെ ഇയർ എത്രയാ പറഞ്ഞത്? തത്വബോധിനി സഭ ആ വർഷം ആ സമയത്ത് തന്നെയാണ്. അതാ പ്രത്യേകിച്ച് ഒരു വർഷമായിട്ടല്ല പറയുന്നത്. ആ എന്താണ് രാജാറാം മോഹനുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ദേവേന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ച സംഘടനയാണ് തത്വബോധിനി സഭ. ഈ ആദി ബ്രഹ്മ സമാജത്തിന് മുന്നേ ഉണ്ടായിരുന്നതാണ് തത്വബോധിനി സഭ. ഓക്കെ, തത്വബോധിനി സഭയുടെ ആരാണ് നേതൃത്വം നൽകിയത്? ദേവേന്ദ്രനാഥ് ടാഗോർ. ആദി ബ്രഹ്മ സമാജം ദേവേന്ദ്രനാഥ് ടാഗോർ. ഇനി നമുക്കുള്ളത് അദ്ദേഹത്തിന്റെ കുറച്ച് മാസികകൾ, പത്രങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ. ഓക്കെ, അദ്ദേഹം 1821 രാജാറാം മോഹൻ റായ് ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച മാസികയാണ് ബ്രാഹ്മണിക്കൽ മാഗസിൻ. ഒന്നും കൂടി പറയാം, 1821. വർഷങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണേ. 1821 അദ്ദേഹം ആരംഭിച്ച മാസികയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച മാസികയാണ് ബ്രാഹ്മണിക്കൽ മാഗസിൻ. ഓക്കെ, ബ്രാഹ്മണിക്കൽ മാഗസിൻ 1821. സമ്പാദ് കൗമുദി ഇവിടെ ഒന്നും വരാൻ പാടില്ല. സമ്പാദ് കൗമുദി എവിടെയാണ്? ബ്രഹ്മസമാജം. ഓക്കെ, അപ്പം ബ്രാഹ്മണിക്കൽ മാഗസിൻ 1821 ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച മാസിക. അടുത്തത്
പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് 1822 മിറാത്തുൽ അക്ബർ. മിറാത്ത് ഉൽ അക്ബർ. മിറാത്ത് ഉൽ അക്ബർ. അപ്പൊ നമ്മള് ഏതാണ്? ഇംഗ്ലീഷ് മാസിക ബ്രാഹ്മണിക്കൽ മാഗസിൻ. ഇപ്പൊ പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം മിറാത്ത് ഉൽ അക്ബർ. അത് കാണുമ്പോഴേ നമുക്ക് ഇനി ആ പേര് കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മയാണോ 1822 നമ്മുടെ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്തുൽ അക്ബർ. അടുത്തത് 1829 അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പ്രസിദ്ധീകരണം, ആനുകാലിക പ്രസിദ്ധീകരണമാണ് ബംഗാദൂത്. 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 ആദ്യത്തത് ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ചത് ബ്രാഹ്മണിക്കൽ മാസിക മാഗസിൻ 1821. അടുത്തത് പേർഷ്യൻ ഭാഷയിൽ മിറാത്തുൽ അക്ബർ 1822. അടുത്തത് ബംഗാളി ഭാഷയിൽ ബംഗാദൂത് 1829. 1829. ഓക്കെ. പത്രങ്ങൾ. യെസ്. അടുത്തത് അദ്ദേഹത്തിന്റെ പ്രധാന 2 പുസ്തകങ്ങൾ, കൃതികളാണ്. ഏകദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം, ഗിഫ്റ്റ് ടു മോണോത്തിസിസ്റ്റ്, അല്ലെ? 1805. ഏകദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം 1805 എഴുതിയത്. അടുത്തത് 1820 അദ്ദേഹം എഴുതിയത് ജീസസിന്റെ കൽപ്പനകൾ. ജീസസിന്റെ കൽപ്പനകൾ. സർ, ഇതൊക്കെ കൃതികളല്ലേ? യെസ്, കൃതികൾ. പത്രങ്ങള് പറഞ്ഞല്ലോ. പത്രങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രാഹ്മണിക്കൽ മാഗസിൻ, മിറാത്തുൽ അക്ബർ, ബംഗാദൂത്. അത് മാഗസിൻസും പത്രങ്ങളൊക്കെ ഒന്നായിട്ട് തന്നെയാണ് കൊടുത്തത്. ചില പുസ്തകങ്ങളില് പത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് എല്ലാ പേരും വരാറുണ്ട്. സമ്പാദ കൗമുദി, മിറാത്തുൽ അക്ബർ, ബ്രാഹ്മണിക്കൽ മാഗസിൻ, ബംഗാദൂത്. ഓക്കെ. ബംഗാദത്ത എന്ന് പറഞ്ഞൊരു ഞാൻ കേട്ടായിരുന്നു, പക്ഷെ അത് എല്ലാ സ്ഥലത്തും ഞാൻ കണ്ടില്ലായിരുന്നു. എനിക്ക് ബംഗാദൂത് തന്നെയായിരിക്കും ബംഗാദത്ത എന്നൊക്കെ പറയുന്നത്. ഓക്കെ. ഇപ്പൊ 2 പുസ്തകങ്ങൾ, കൃതികൾ ഏതൊക്കെയാണ്? ഏകദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം 1805, ഗിഫ്റ്റ് ടു മോണോത്തിസ്റ്റ്. അടുത്ത പ്രസസ് ഓഫ് ജീസസ്, ജീസസിന്റെ കൽപ്പനകൾ 1820. വർഷം എഴുതിക്കോളൂ. രാജാറാം മോഹൻ റോയ് ഇതൊക്കെ പഠിക്കണം. നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് ഒരു തവണയോ പറ്റുമെങ്കിൽ 2 തവണയോ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഒപ്പം ക്ലിയർ ആവും. ഓക്കെ. ടിക്ടോക്ക് എന്താ? യെസ്. ഇനി 2-3 കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ അതിനുശേഷം നമുക്ക് മുമ്പേ എന്താക്കാം, നമുക്ക് നൈസായിട്ട് ഇതാക്കാം. ഒരു നാടകം ഉണ്ടേ, അതും കൂടി എഴുതിക്കോളൂ. നാടകം. ഈ ജാതി വ്യവസ്ഥയെ എതിർത്തുകൊണ്ട് ഓക്കെ ബംഗാളിയിലേക്ക്
ഓക്കെ, ഇംഗ്ലീഷിൽ നിന്ന് ബംഗാളിലേക്ക് ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തൊരു ജാതി വ്യവസ്ഥ എതിർക്കുന്ന ഒരു നാടകത്തിന്റെ പേരാണ് ബജ്റ സൂചി. ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകം, അങ്ങനെ എഴുതിയാൽ മതി നിങ്ങൾ. ഓക്കെ, രാജാറാം മോഹൻ റോയ് ജാതി വ്യവസ്ഥയെ എതിർത്തുകൊണ്ട് എഴുതിയ നാടകമാണെന്ന് എഴുതിയിട്ട് ബജ്റ സൂചി, അത് അങ്ങനെ എഴുതിയാൽ മതി, ബസ് അത്ര മതി. ഓക്കെ, ബജ്റ സൂചി. യെസ്, ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വിശേഷിപ്പിച്ചത്, എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. അതുപോലെ തന്നെ കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാജാറാം മോഹൻ റോയ്. ഓക്കെ, അങ്ങനെയാണ് അദ്ദേഹം വിദ്യാഭ്യാസത്തിനെ കുറിച്ച് എന്താണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത്. ഓക്കെ, അതാണ് ജാതി സമ്പ്രദായമാണ്, കറക്റ്റാണ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം. യെസ്, എത്ര വർഷമായി, ഇപ്പോഴും കറക്റ്റായിട്ട് നിൽക്കുന്ന ഒരു സംഭവമല്ലേ അത്. യെസ്, മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചു. ഇമ്പോർട്ടന്റ് ആണേ. മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിന് ഇന്ത്യൻ സ്ട്രഗിൾ എന്നൊരു പുസ്തകം ഉണ്ടല്ലോ, അതിലാണ് ഇതിനെങ്ങനെ പറയുന്നത്. ആധുനിക ഇന്ത്യ ഇന്ത്യയുടെ ആധുനിക യുഗം ഇന്ത്യയുടെ ആധുനിക യുഗം ഉദ്ഘാടനം ചെയ്തു എന്ന് അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ് ടാഗോറാണ്. രാജാറാം മോഹൻ റോയ് തൊട്ട് മുന്നിലെ പോയിന്റ് അത് തൊട്ട് മുന്നുള്ള സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചു. സുഭാഷ് ചന്ദ്രബോസിന്റെ പുസ്തകം ദ ഇന്ത്യൻ സ്ട്രഗിളില് മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിച്ചു. ആര് വിശേഷിപ്പിച്ചു? നമ്മളെ രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചു. ഓക്കെ, രാജാറാം മോഹൻ റോയ് ഇന്ത്യയുടെ ആധുനിക യുഗം ഉദ്ഘാടനം ചെയ്തു എന്ന് അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ് ടാഗോർ. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് ആര് വിശേഷിപ്പിച്ചത്? രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത്. യെസ്, അപ്പൊ എന്തായി? ഇങ്ങനെയൊക്കെ ചെയ്തൊരാളെ വിമർശിക്കാൻ ആൾക്കാരുണ്ടാവും അല്ലെ? അങ്ങനെ രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങളെ എതിർത്തുകൊണ്ട് വിമർശിച്ചുകൊണ്ട് രാധാകാന്ത് ദേബ്, ഒന്ന് എഴുതിക്കോളൂ, രാധാകാന്ത് ദേബ് ആരംഭിച്ച ഒരു സംഘടനയാണ് ധർമ്മസഭ. അപ്പൊ ധർമ്മസഭ എന്നൊരു സംഘടന ആരംഭിച്ചു രാധാകാന്ത് ദേബ്. എന്തിനു വേണ്ടി? രാജാറാം മോഹൻ റോയിന്റെ ആശയങ്ങളെ എതിർത്തുകൊണ്ട് വിമർശിച്ചുകൊണ്ട് രാധാകാന്ത് ദേബ് ആരംഭിച്ച സംഘടനയാണ് ധർമ്മസഭ. ഒന്നും കൂടി പറയാം, എല്ലാവരും ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരിക്കൂ. മിസ്സായ പോയിന്റ്സ് വേണമെങ്കിൽ എഴുതിയെടുക്കാം. 1772 ബംഗാളിലെ രാധാനഗറിൽ ജനിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്.
റാം മോഹൻ റോയ് എന്ന പേരിന് അദ്ദേഹത്തിന് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയത് അക്ബർ ഷാ രണ്ടാമനായ മുഗൾ ഭരണാധികാരിയായിരുന്നു. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നു. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്നു. എല്ലാം ആരാണ്? നമ്മുടെ രാജാറാം മോഹൻ റോയ് അല്ലേ? യെസ്. അദ്ദേഹം 1815 ആത്മീയ സഭ ആരംഭിച്ചു. 1825 വേദാന്ത കോളേജ് ആരംഭിച്ചു. 1829 ഡിസംബർ 4 സതി സമ്പ്രദായം നിർത്തലാക്കി. 1822 ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂളായ ആംഗ്ലോ ഹിന്ദു സ്കൂള് കൽക്കട്ടയിൽ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ്. 1823 കൽക്കത്ത യൂണിറ്റേറിയൻ സൊസൈറ്റി എന്തിനാരംഭിച്ചു? ബ്രിട്ടീഷ് മിഷണറിമാരായിരുന്ന വില്യം ആദത്തിനൊപ്പം രാജാറാം മോഹൻ സ്ഥാപിച്ച സംഘടനയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് 1830. ബ്രഹ്മസമാജം 1828 ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. ആദ്യത്തെ പേര് ബ്രഹ്മസഭ. 1830 ബ്രഹ്മസഭ എന്തായി? ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ബ്രഹ്മസമാജത്തിന്റെ പ്രചരണാർത്ഥം ആരംഭിച്ച പത്രമാണ് സമ്പാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് മരണശേഷത്തിന് ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ 2 വ്യക്തികളാണ് ദേവേന്ദ്രനാഥ് ടാഗോർ ആൻഡ് കേശബ് ചന്ദ്ര സെൻ. 1866 ബ്രഹ്മസമാജം പിളർന്നിട്ട് എന്തായി? ആദ്യ ബ്രഹ്മസമാജം ആൻഡ് ഭാരതീയ ബ്രഹ്മസമാജം. ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് രവീന്ദ്രനാഥ് ടാഗോർ. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശബ ചന്ദ്ര സെൻ. ഓക്കെ. അങ്ങനെ 1878 ആനന്ദമോഹൻ ബോസും ശിവനാഥ് ശാസ്ത്രിയും കൂടെ സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകി. ബ്രഹ്മസമാജം അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച മാസികയാണ് ബ്രാഹ്മണിക്കൽ മാഗസിൻ. പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്തുൽ അക്ബർ 1822. ബ്രാഹ്മണിക്കൽ മാഗസിൻ 1821. 1829 ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ആനുകാലിക പ്രസിദ്ധീകരണമാണ് ബംഗാദൂത്. പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ഏക ദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം 1805. ജീസസിന്റെ കൽപ്പനകൾ 1820. ഓക്കെ. യെസ്. അദ്ദേഹത്തിന്റെ നാടകം ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് എതിർത്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ നാടകമാണ് ബജ്റ സൂചി. ഓക്കെ. ബാക്കിയെല്ലാം പറഞ്ഞല്ലോ. പിന്നെയുള്ള നമുക്കുള്ള പോയിന്റ് 1833 സെപ്റ്റംബർ 27. 1833 സെപ്റ്റംബർ 27 ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റലിൽ വെച്ച് അന്തരിച്ചു. ഓക്കെ. 1833 സെപ്റ്റംബർ 27 ഇംഗ്ലണ്ടില് എവിടെ? ബ്രിസ്റ്റലിൽ വെച്ച് ആരന്തരിച്ചു? രാജാറാം മോഹൻ റോയ് അന്തരിച്ചു. രാജാറാം മോഹൻ റോയ് അന്തരിച്ചു. ഓക്കെ, ക്ലിയർ? അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ജാനുവരി 12 എന്താണ്? ദേശീയ യുവജന ദിനം. ആരാണ്? വിവേകാനന്ദന്റെ ജന്മദിനം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. യെസ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയാം. ഒന്ന് വായിച്ചു നോക്കി, നിങ്ങളൊന്ന് വായിച്ചു നോക്കി. കാരണം കുറെ പോയിന്റ്സ് ആകുമ്പോഴേ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ഇന്ന് തന്നെ വായിച്ചു നോക്കണേ. കാരണം നിങ്ങൾക്കറിയാം ഈ ഒരു ഏരിയ എപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എത്ര തവണ വായിക്കാൻ പറ്റും അത്ര തവണ വായിക്കുക. സർ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആരായിരുന്നു? ശ്രീരാമകൃഷ്ണ പരമഹംസരെ. രവീന്ദ്രനാഥ് ടാഗോർ. ഓക്കെ സർ.
നമ്മൾ രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് പറഞ്ഞില്ലേ? എഴുതിയാണല്ലോ അല്ലേ? യെസ്, പറഞ്ഞിട്ടുണ്ട്. യെസ്, യെസ് ആയില്ലേ? അടുത്ത് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു നവോത്ഥാന നായകനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഓക്കെ, സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുമ്പോഴേ നമ്മൾ ആദ്യത്തെ പോയിന്റ് ഇതാണ്: മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നതനായ നേതാവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നതനായ നേതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? നേതാവ് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഓക്കെ, 1920 അലിഗഡ് യൂണിവേഴ്സിറ്റിയായി മാറിയ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് 1875. ശ്രദ്ധിക്കുക, 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഈ കോളേജാണ് 1920 എന്ത് അലിഗഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയത്. 1875 എന്താണ്? 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. ഓക്കെ, 1875 അലിഗഡ് യൂണിവേഴ്സിറ്റിക്ക് മുന്നേയുള്ള കാര്യങ്ങൾ പറയുന്നത്. അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. 1875 എന്താരംഭിച്ചത്? അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത്. 1875 എന്ത് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചു. 1920 എന്തായി മാറി? അലിഗഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് അത് മാറി. ഓക്കെ, അലിഗഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് അത് മാറി. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ്, ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഒന്നും കൂടി പറയാം,
ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ്. ഓക്കെ, ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ്. ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ്. ഓക്കെ, ആരംഭിച്ചതാരാണ്? സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് നമ്മുടെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഓക്കെ, 1888 ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ, ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ 1882 1882 ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. 1888 പാട്രിയോട്ടിക് അസോസിയേഷൻ. ഇതൊരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണേ. പാട്രിയോട്ടിക് യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ 82 ആണോ 88 ആണോ സർ? 88 1888 1888 1888. 82 ഒരു കാര്യം കൂടി ഉണ്ട്. 1882 വിദ്യാഭ്യാസ കമ്മീഷനായി ഹണ്ടർ കമ്മീഷൻ. 1882 വിദ്യാഭ്യാസ കമ്മീഷൻ, ഹണ്ടർ കമ്മീഷൻ. ആ ഹണ്ടർ കമ്മീഷനിൽ അംഗമായിരുന്ന ഒരു സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നേതാവുമായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ. 1882 ഹണ്ടർ കമ്മീഷൻ. എന്താണ് ഹണ്ടർ കമ്മീഷൻ? വിദ്യാഭ്യാസ കമ്മീഷൻ. അങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, ഹണ്ടർ കമ്മീഷൻ വേറൊരു ഹണ്ടർ കമ്മീഷൻ കൂടി ഉണ്ട്. ഏതാ വേറൊരു ഹണ്ടർ കമ്മീഷൻ? യെസ്, ക്ലിയർ ആയല്ലോ. 1888 എന്തായിരുന്നു? യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ അല്ലെ. 82 വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷനിലെ അംഗമായിരുന്നു ആര്? നമ്മുടെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഓക്കെ, ഇനി നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓർഡർ ഓഫ് ദ സ്റ്റാർ ഓഫ് ഇന്ത്യ, ഓക്കെ, ഒരു എന്ത് കൊടുത്താണ്? അവാർഡാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ, ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ എന്ന അവാർഡ് നേടിയ സാമൂഹിക പരിഷ്കർത്താവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ എന്ന അവാർഡ് നേടിയ പരിഷ്കർത്താവാരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ഓക്കെ, യെസ്. ഇദ്ദേഹം 1857 കലാപത്തെ കുറിച്ച് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയായിരുന്നു. ദ കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട്. ദ കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട് ആരാണ് എഴുതിയത്? നമ്മുടെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് എഴുതിയത്. ഈ സർ സയ്യിദ് അഹമ്മദ് ഖാൻ എഴുതിയ പുസ്തകമാണ് ദ കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട്. എന്തിനെ കുറിച്ചാണ്? 1857 കലാപത്തെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് എന്താണ്? ദ കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട്. ദ കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട്. ദ കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട്. ഓക്കെ, അതെന്ത് വർഷത്തെയാണ്? വർഷമല്ല പറഞ്ഞത്. 1857 കലാപം ഉണ്ടല്ലോ, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറയുന്നില്ലേ, അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദ കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട്. ഓക്കെ, ആ പുസ്തകം ചിലപ്പോൾ ചോദിക്കും ദ കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട് എന്ന പുസ്തകം എഴുതിയത് ആരാന്ന് ചോദിക്കാം. അങ്ങനെ അതിനാണ് ചാൻസ് കൂടുതൽ. അദ്ദേഹം
അഹമ്മദ് ഖാൻ സ്ഥാപിച്ച ഒരു പത്രമുണ്ട്. ആ പത്രത്തിന്റെ പേര് തഹസീബ് ഉൽ അഖ്ലാഖ്. ഞാൻ ചാറ്റിലിടാം. ഓക്കെ, തഹസീബ് ഉൽ അഖ്ലാഖ്. ആ പത്രത്തിന്റെ പേര് ചാറ്റിലുണ്ട്, ജസ്റ്റ് നോക്കിക്കോളൂ നിങ്ങൾ. തഹസീബ് ഉൽ അഖ്ലാഖ് എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? നമ്മുടെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ദ കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട്. ഓക്കെ, ഒന്നും കൂടി പറയാം. ഇന്ത്യൻ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ സമുന്നതനായ നേതാവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ 1875 ആരംഭിച്ച അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? നമ്മുടെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ആരംഭിച്ചു. 1920 ആ കോളേജ് എന്തായിട്ട് മാറി? അലിഗഡ് യൂണിവേഴ്സിറ്റി ആയി മാറി. ഓക്കെ, ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷൻ കോൺഫറൻസ് എന്ന സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. 1888 എന്താരംഭിച്ചു? യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ. 1882 വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷനിൽ അംഗമായിരുന്നു അദ്ദേഹം. ഓക്കെ, തഹസീബ് ഉൽ അഖ്ലാഖ് എന്ന പത്രം ആരംഭിച്ചു. ദ കോസസ് ഓഫ് ഇന്ത്യൻ റിവോൾട്ട് എന്താണ് പുസ്തകം എഴുതി. പിന്നെന്ത് പറയാം? ദ ഓർഡർ ഓഫ് ദി സ്റ്റാർ ഓഫ് ഇന്ത്യ എന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് അവാർഡ് നേടിയ നവോത്ഥാന നായകൻ, നവോത്ഥാന നേതാവ്, സാമൂഹിക പരിഷ്കർത്താവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിക്കേ. യെസ്, ഓക്കെ. അടുത്തതായിട്ട് നമുക്കുള്ള ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഓക്കെ, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ.
ഇദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് ഈശ്വരചന്ദ്ര ബന്ദോപാധ്യായ എന്നാണ്. ഈശ്വരചന്ദ്ര ബന്ദോപാധ്യായ. ഈശ്വരചന്ദ്ര ബന്ദോപാധ്യായ. ഈശ്വരചന്ദ്ര ബന്ദോപാധ്യായ എന്നാണ് ശരിക്കുള്ള പേര്. അദ്ദേഹത്തിന് വിദ്യാസാഗർ എന്ന ബഹുമതി കൽക്കട്ട സംസ്കൃത കോളേജാണ് അദ്ദേഹത്തിന് ആ ബഹുമതി കൊടുത്തത്. എന്താണ്? വിദ്യാസാഗർ. ഓക്കെ, അറിവിന്റെ സാഗരം, അറിവിന്റെ കടൽ എന്നൊക്കെ. വിദ്യാസാഗർ എന്ന ബഹുമതി നൽകിയത് കൽക്കട്ട സംസ്കൃത കോളേജാണ് എന്ത് കൊടുത്തത്? വിദ്യാസാഗർ എന്ന ബഹുമതി നൽകിയത്. അപ്പൊ ശരിക്കുള്ള പേര് ചന്ദ്ര ബന്ദോപാധ്യായ. അത് ചിലപ്പോൾ ചോദിക്കൂല, പക്ഷെ വിദ്യാസാഗർ എന്ന ബഹുമതി നൽകിയത് ആരാണെന്ന് ചോദിക്കാം. കൽക്കട്ട സംസ്കൃത കോളേജാണ് എന്ത് നൽകിയത്? ബഹുമതി നൽകിയത്. ഓക്കെ. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കാൻ ഏറ്റവും കൂടുതൽ ആയിട്ട് എന്താണ് പ്രചരണത്തിന് വേണ്ടിയും പാസ്സാക്കുന്നതിന് വേണ്ടിയും സമ്മർദ്ദം നൽകിയ സമ്മർദ്ദം നൽകിയ വ്യക്തിയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 1856 ഹിന്ദു വിധവ പുനർവിവാഹം. ഓക്കെ. പക്ഷെ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയ വ്യക്തി രാധാകാന്ത് ദേബ്. അറിയാലോ രാധാകാന്ത് ദേബ് ആരായിരുന്നു? രാധാകാന്ത് ദേബ്? ധർമ്മസഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയിന് ആശയങ്ങൾ എതിർത്തുകൊണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ആ രാധാകാന്ത് ദേബാണ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം നടപ്പാക്കുന്നതിന് ഏറ്റവും കൂടുതൽ പ്രചാരണം നടത്തിയ വ്യക്തി. ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയ വ്യക്തി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ്, ബഹുഭാര്യത്വം. ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ. ബഹുഭാര്യത്വം നിയമം മൂലം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി സമർപ്പിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ഓക്കെ. അപ്പോൾ ഹിന്ദു വിധവ പുനർവിവാഹത്തിന് വേണ്ടിയും പിന്നെന്താ ബഹുഭാര്യത്വം നിയമം മൂലം നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഭീമ ഹർജി സമർപ്പിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ഓക്കെ. ഇദ്ദേഹമാണ് ബംഗാളി അക്ഷരമാല പരിഷ്കരിച്ചത്. ബംഗാളി അക്ഷരമാല പരിഷ്കരിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ഓക്കെ. തുടക്കത്തില് ബംഗാളി ഭാഷ പഠിക്കാൻ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ചിട്ടപ്പെടുത്തിയ കൃതി ഇമ്പോർട്ടന്റ് ആണേ. ബംഗാളി ഭാഷ പഠിക്കാൻ ഈശ്വരചന്ദ്ര സാഗർ ചിട്ടപ്പെടുത്തിയ കൃതിയാണ് ഏതാണ്? വർണ്ണ പരിചയ്. ബോർണോ പരിചോ എന്നും കൂടി പറയാറുണ്ട്. ഓക്കെ, വർണ്ണ പരിചയ്. ഓക്കെ. അപ്പം ബംഗാളി ഭാഷ പഠിക്കാൻ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ചിട്ടപ്പെടുത്തിയ കൃതിയാണ് വർണ്ണ പരിചയ്. ഓക്കെ. അതുകൊണ്ട് തന്നെ ആധുനിക ബംഗാളി ഗദ്യ സാഹിത്യത്തിന്റെ പിതാവ്. ആധുനിക ബംഗാളി ഗദ്യ സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ആധുനിക ബംഗാളി ഗദ്യ സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഓക്കെ. സർ, ബംഗാളി അക്ഷരമാലയുടെ ഒരു പോയിന്റ് ഇല്ല, ഒന്ന് പറയാമോ? ബംഗാളി അക്ഷരമാല പരിഷ്കരിച്ച വ്യക്തി. ബംഗാളി അക്ഷരമാല പരിഷ്കരിച്ച വ്യക്തിയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. താങ്ക് യു സർ. അദ്ദേഹം ആരംഭിച്ച പത്രമാണ് ഷോം പ്രകാശ്. ഷോം പ്രകാശ്. അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങള് ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ വർണ്ണ പരിചയ്.
വർണ്ണപരിചയം എന്തിനാണ്? ബംഗാളി തുടക്കക്കാർക്ക് ബംഗാളി പഠിക്കാൻ വേണ്ടിയുള്ള പുസ്തകമാണ് വർണ്ണപരിചയം, അല്ലെ? രണ്ടാമത്തെ പുസ്തകം ജീവൻ ചരിത്. ജീവൻ ചരിത്. ജീവൻ ചരിത്. ജീവൻ ചരിത്. വർണ്ണപരിചയ്, ജീവൻ ചരിത്. മൂന്നാമത്തത് വ്യാകരൺ കൗമുദി. വ്യാകരൺ കൗമുദി. വ്യാകരൺ കൗമുദി. വ്യാകരൺ കൗമുദി. വ്യാകരൺ കൗമുദി. വ്യാകരൺ കൗമുദി. അടുത്ത ബുക്ക് ശകുന്തള. 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 അപ്പം വർണ്ണപരിചയ്, ജീവൻ ചരിത്, വ്യാകരണ കൗമുദി, ശകുന്തള. അദ്ദേഹം ആരംഭിച്ചൊരു സ്കൂൾ ഉണ്ടായിരുന്നു, ബരിഷ ഹൈസ്കൂൾ. ബരിഷ ഹൈസ്കൂൾ സ്ഥാപിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ബരിഷ. കൽക്കത്തയിൽ ബഥൂൺ കോളേജ് സ്ഥാപിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. കൽക്കത്തയിലെ ബഥൂൺ കോളേജ് സ്ഥാപിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ബഥൂൺ കോളേജ് സ്ഥാപിച്ചത്, ബരിഷ ഹൈസ്കൂൾ സ്ഥാപിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ബഥൂൺ കോളേജ് സ്ഥാപിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ദരിദ്രരോട് കൽക്കത്ത. അല്ല, ബരിഷ ഹൈസ്കൂൾ എവിടെയാണ്? കൽക്കത്ത. ബഥൂൺ കോളേജ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ദരിദ്രരോട് പുലർത്തിയ സഹാനുഭൂതി കാരണം ഈശ്വരചന്ദ്ര വിദ്യാസാഗർ അറിയപ്പെടുന്നത് കരുണാസാഗർ എന്നും ദയാസാഗർ എന്നും അറിയപ്പെടുന്നു. കരുണയുടെ കടൽ, കരുണാസാഗർ. ദയാസാഗർ എന്നും അറിയപ്പെടുന്നു. അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ ശ്രീരാമകൃഷ്ണൻ പരമഹംസർ അഭിപ്രായപ്പെട്ടത് കായലല്ല, കയമല്ല, ശരിക്കും സമുദ്രം എന്ന് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണെന്ന് വെച്ചാല് ശ്രീരാമകൃഷ്ണ പരമഹംസർ. കായലല്ല, കയമുമല്ല, എന്താണ്? ശരിക്കും സമുദ്രം എന്ന് വിശേഷിപ്പിച്ചു. പിന്നെന്ത് പറയാം? കരുണാസാഗർ, ദയാസാഗർ എന്ന് അറിയപ്പെടുന്നതും ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അപ്പം ഈശ്വരചന്ദ്ര ബന്ദോപാധ്യായ ആണ് ആരായി മാറിയത്? കൽക്കത്ത സംസ്കൃത കോളേജ് വിദ്യാസാഗർ എന്ന ബഹുമതി നൽകി ആദരിച്ചു. അങ്ങനെ അദ്ദേഹം ആരായി? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആയി മാറി. വിധവാ പുനർവിവാഹത്തിന് വേണ്ടിയും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും പോരാടിയ സാമൂഹിക പരിഷ്കർത്താവാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 1856 ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം പാസാക്കാൻ സമ്മർദ്ദം ചെലുത്തിയതാരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഹിന്ദു വിധവാ പുനർവിവാഹം നിയമം നടപ്പാക്കുന്നതിന് പ്രചാരണം നടത്തിയ വ്യക്തിയാണ് രാധാകാന്ത് ദേവ്. ബഹുഭാരത്വം നിയമം മൂലം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി സമർപ്പിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്.
അദ്ദേഹം ആരംഭിച്ച പത്രം ഷോം പ്രകാശ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങള് വർണ്ണ പരിചയ്, ജീവൻ ചരിത്, വ്യാകരൺ കൗമുദി, ശകുന്തള. ഓക്കെ, ശകുന്തള. ബരിഷ ഹൈസ്കൂൾ സ്ഥാപിച്ചു, ബത്തൂൺ സ്കൂളുകൾ സ്ഥാപിച്ചു, ബത്തൂൺ കോളേജ് അല്ലെ, കൽക്കട്ടയിലെ ബത്തൂൺ കോളേജ് സ്ഥാപിച്ചു, അക്ഷരമാല പരിഷ്കരിച്ചു. തുടക്കക്കാർക്ക് അദ്ദേഹത്തിന് പഠിക്കാൻ വേണ്ടി എഴുതിയ കൃതിയാണ് വർണ്ണ പരിചയ്. ആധുനിക ബംഗാളി ഗദ്യ സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. കരുണാസാഗർ എന്നും ദയാസാഗർ എന്നും അറിയപ്പെടുന്നു. കയമല്ല ശരിക്കും സമുദ്രം എന്ന് ഈശ്വരചന്ദ്രസാഗറിനെ വിശേഷിപ്പിച്ചത് ശ്രീരാമകൃഷ്ണ പരമഹംസർ. ഷോം പ്രകാശ് എന്ന പത്രം ആരംഭിച്ചു. ഏതെങ്കിലും പോയിന്റ് വീണ്ടും പറയണോ? പറഞ്ഞേ. വേണ്ട, ഒന്ന് വായിച്ചു നോക്കിക്കേ. നമ്മുടെ സോഷ്യൽ റിഫോംസ് മൊത്തം ഒന്ന് വായിച്ചു നോക്കിക്കേ. നിങ്ങൾക്ക് നമുക്കേ ഈ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് 1947 ശേഷം വിദ്യാഭ്യാസത്തിനെ കുറിച്ച് നമുക്ക് എഴുതാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടെ എഴുതുന്നത് ഈ ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചുണ്ട്, നീതി ആയോഗ് ഉണ്ട്, പിന്നെ പഞ്ചവത്സര പദ്ധതികളും ഉണ്ട്. ഈ പഞ്ചവത്സര പദ്ധതികൾ ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല സർ. നമുക്ക് അതും കൂടി വരും. പിന്നെ വരുന്നത് ശരിക്കും എന്താ പറയാ, സ്വാതന്ത്ര്യാനന്തര സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സിലബസിൽ ഒരു ടോപ്പിക്, സിലബസിൽ ഒരു സംഭവം ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ അതും കൂടി അതിൽ വരും. ഞാൻ നോക്കട്ടെ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതും കൂടി നോക്കാം. ഓക്കെ, അപ്പൊ അതും കൂടി നമുക്കത് നോക്കിയിട്ട് ചെയ്യാം. വേറൊന്നുമില്ലല്ലോ. എല്ലാവരും നന്നായിട്ട് വായിക്കുക കേട്ടോ. ടൈം ടേബിൾ സെറ്റ് ആക്കാത്ത ആൾക്കാരൊക്കെ ടൈം ടേബിൾ സെറ്റ്. ഈ ഫെബ്രുവരിയിൽ എക്സാം ഉണ്ടോ? എന്താ സംഭവം? അതിനെ കുറിച്ച് എന്തോ പറയുന്നുണ്ടല്ലോ. ഫെബ്രുവരി കലണ്ടർ വന്നോ? ഫെബ്രുവരിയിൽ എക്സാം ഇല്ലെന്നാണ് തോന്നുന്നത് സാർ. ഓക്കെ, ശരി. ഞാൻ ന്യൂസിലൊക്കെ കാണുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് സമയം കിട്ടും നന്നായിട്ട്. അത്ര പേര് ജൂണിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാണോന്ന് അറിയില്ല. ഓക്കെ. നമ്മൾ നോക്കാം. അതുകൊണ്ട് സമയമുണ്ടെന്ന് ചോദിച്ചിട്ട് നീട്ടണ്ട. നന്നായിട്ട് ഈ ഉള്ള കാര്യങ്ങളൊക്കെ, പോയിന്റ്സുകളൊക്കെ എന്താണ് ഉള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് വീണ്ടും വായിച്ച് കംപ്ലീറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.